നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ലാസ്റ്റ് നോക്കി നിർത്തിയ ആ ഒരു ബെൻഡിങ് മൊമെന്റിന്റെ എക്സ്പ്രഷൻ ആയിരുന്നു. ബെൻഡിങ് മൊമെന്റ് എന്ന് വെച്ചാൽ എന്താണ്? ആ ഒരു ബീം ഒക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് ബീമിന്റെ ആ സ്ട്രക്ചർ നോക്കുമ്പോൾ എന്ത് ചെയ്യും? നമ്മളൊരു അറ്റത്ത് ഒരു വെയിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഒരു ബീമാണ്. ഈ ഒരു ബീമിന്റെ ഒരു എൻഡ് നമ്മൾ എന്ത് ചെയ്യണം? ഒരു വെയിറ്റ് ഇവിടെ ഹാങ് ചെയ്യണം. ഒന്നുകിൽ താഴെ വെയിറ്റ് ഹാങ് ചെയ്യുക അല്ലെങ്കിൽ മുകളിൽ നമ്മൾ എന്തെങ്കിലും ഒരു വെയിറ്റ് വെക്കുകയാണ്. ആ ഒരു സമയത്ത് എന്ത് ചെയ്യും? ഈ ഒരു ഫോഴ്സ് ആണ് ഡൗൺവേർഡ് ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ആണ് ഫോഴ്സ് ആണ്. അപ്പോൾ ആ ഫോഴ്സ് എന്ത് ചെയ്യും? ഇതിനൊന്നിങ്ങനെ ബെൻഡ് ചെയ്യാൻ തോന്നിപ്പിക്കും. ഒരു ബെൻഡിങ് മൊമെന്റ് അവിടെ ഉണ്ടാക്കും. അപ്പോൾ ആ ഒരു മൊമെന്റ് എന്ന് വെച്ചാൽ മൊമെന്റ് ഓഫ് ഫോഴ്സ് ആണ്. ഈ മൊമെന്റ് ഒരു സർക്കുലർ ഫോഴ്സിനെ നമ്മൾ എന്താ പറയുന്നത്? അല്ലെങ്കിൽ റൊട്ടേറ്റിംഗ് ഫോഴ്സ് നമ്മൾ മൊമെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ആ ഒരു ബെൻഡിങ് സംഭവിക്കാനായിട്ടുണ്ടാകുന്ന ഫോഴ്സ് ആണ് ബെൻഡിങ് മൊമെന്റ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ബെൻഡിങ് മൊമെന്റ് ഇക്വേഷൻ നമ്മളിവിടെ ബെൻഡിങ് മൊമെന്റ് ഈസ് ഈക്വൽ ടു y I by r എന്ന റിലേഷനിലാണ് നമ്മൾ എന്ത് ചെയ്തത്? അവിടെ ബെൻഡിങ് മൊമെന്റിന്റെ ഇക്വേഷൻ എഴുതിയത്. അവിടെ y എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു മെറ്റീരിയലിന്റെ അവിടെ ഒ എന്ന് പറയുന്നത് ആ ഒരു മെറ്റീരിയലിന്റെ ടെൻസ് മോഡുലസ്, ഐ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മെറ്റീരിയലിന്റെ ജോമെട്രിക്കൽ മൊമെന്റ് ഓഫ് ഇനർഷ്യ ആൻഡ് ആർ എന്ന് വെച്ച് കഴിഞ്ഞാൽ റേഡിയസ് ഓഫ് കർവേച്ചർ. അപ്പോൾ ഇത്രയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കി നിർത്തിയിരുന്നത്. ജസ്റ്റ് എന്താണ് ബെൻഡിങ് മൊമെന്റ്, ദെൻ കുറച്ച് ഇലാസ്റ്റിസിറ്റി പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്, മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റീസ് ഏതൊക്കെയാണെന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇനി നമുക്ക് ഇന്നത്തെ ഈ ഒരു സെക്ഷനിൽ നോക്കേണ്ടത് ഈ ഒരു ബെൻഡിങ് മൊമെന്റുമായി ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് എക്സ്പെരിമെന്റും അതുപോലെ തന്നെ അതിന്റെ കുറച്ച് പ്രിൻസിപ്പിൾ പ്രോപ്പർട്ടീസ് ആണ്. പ്രിൻസിപ്പിൾസ് അല്ല, നമുക്ക് ആപ്ലിക്കേഷൻ ലെവലിൽ എങ്ങനെ ഈ ഒരു ബെൻഡിങ് മൊമെന്റ് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുമായി വരുന്ന കുറച്ച് സ്ട്രക്ചേഴ്സ് ആണ് നമുക്ക് പഠിക്കേണ്ടത്. ഫസ്റ്റ് കേസ് ആണ് വരുന്നത് കാൻഡിലിവർ എന്ന് പറയും. നിങ്ങൾക്ക് ഇതെല്ലാം പ്രാക്ടിക്കൽ സെക്ഷനിൽ ഒരുപോലെ ആവശ്യമുള്ള ഒരു ടോപ്പിക്കാണ് കാൻഡിലിവർ, യൂണിഫോം ബെൻഡിങ്, നോൺ യൂണിഫോം ബെൻഡിങ്. ഇങ്ങനെ കുറച്ച് എക്സ്പെരിമെന്റ്സ് ഉണ്ട്. അതുപോലെ തന്നെ അതിന് ശേഷം വരുന്ന ഐ സെക്ഷൻ ഗ്രിഡേഴ്സ് എന്നൊരു സെക്ഷൻ ഉണ്ട്. ദെൻ ഈ ഒരു കാൻഡിലിവർ യൂസ് ചെയ്ത് നമുക്ക് എങ്ങനെ ഒരു എക്സ്പെരിമെന്റൽ പ്രൊസീജിയർ വഴി ഇത് യങ്സ് മോഡുലസ് ഡിറ്റർമിൻ ചെയ്യാം, ആ ഒരു മെറ്റീരിയൽ യങ്സ് മോഡുലസ് ഡിറ്റർമിൻ ചെയ്യാം. അപ്പോൾ അങ്ങനെ 3 എക്സ്പെരിമെന്റ്സ് അവിടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു സെക്ഷൻ കംപ്ലീറ്റ് ആയാലും നമുക്ക് യങ്സ് മോഡുലസ് എന്ന സെക്ഷനോടെ കംപ്ലീറ്റ് ആകുള്ളൂ. ഇതിലെല്ലാം നമ്മൾ നോക്കുന്ന യങ്സ് മോഡുലസ് ആയിരിക്കും. അപ്പോൾ ഇതിന് ശേഷമായിരിക്കും നമ്മൾ ടോർഷണൽ ഓസിലേഷനെ കുറിച്ച് അതുപോലെ തന്നെ ടോർഷൻ കപ്പിൾ എന്നൊരു സെക്ഷനിലോട്ട് പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ ഒരു യങ്സ് മോഡുലസ് ഒന്ന് ഇന്ന് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കാം. ഫസ്റ്റ് നമ്മൾ ഇവിടെ നോക്കുന്നത് ഇന്ന് കാൻഡിലിവറിനെ കുറിച്ചാണ്. ഡെറിവേഷൻ ഫോർ എക്സ്പ്രഷൻ ഫോർ ദ ഡിപ്രഷൻ ഓഫ് എ ലോഡഡ് പോയിന്റ്. അപ്പോൾ കാൻഡിലിവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ നേരത്തെ വരച്ച അതേ ഫിഗർ തന്നെയാണ് വരുന്നത്. അവിടെ നമുക്ക് എന്തോരും ഒരു ബീം ആണ്. ഈ ബീം നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു വെയിറ്റ് അറ്റാച്ച് ചെയ്ത് ഇങ്ങനെ ബെൻഡിങ്ങിൽ നിൽക്കുകയാണ്. ഇങ്ങനെ ഒരു ബെൻഡിങ്ങിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെയാണ് ഞാൻ വെയിറ്റ് കൊടുത്തിരിക്കുന്നത്. വെയിറ്റ് എനിക്ക് അവിടെ എന്ത് ചെയ്താൽ W എന്ന് എഴുതാം. W is equal to M into G. ഇവിടെ കൊടുത്തിരിക്കുന്ന വെയിറ്റ് ഇൻറ്റു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ് വെയിറ്റ് എന്ന് പറയുന്നത്. ഒരു ബീം ബെൻഡ് ആയി നിൽക്കുന്ന ഒരു സ്ട്രക്ചറാണ് ഈ വരച്ചിരിക്കുന്നത്. Then ഇതൊരു റിജിഡ് സപ്പോർട്ട് ഇവിടെ വെച്ചിരിക്കുക. നമ്മൾ ഈ ഇതൊക്കെ നമ്മൾ കൺസ്ട്രക്ഷൻ പർപ്പസിന് യൂസ് ചെയ്യുന്ന സ്ട്രക്ചേഴ്സ് ആണ് ഈ ബീം, കാൻഡിലിവർ. ഇപ്പൊ നമുക്ക് ഈ കാർ പോർട്സ് ഒക്കെ ചെയ്യുന്ന സമയത്ത് വീടിന്റെയൊക്കെ കൺസ്ട്രക്ഷന് കാർ പോർട്സ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പില്ലേഴ്സ് ഇല്ലാതെ തന്നെ കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്ത് ഇറക്കും, ഫ്രണ്ടിലോട്ട് നീട്ടിയിട്ട് ചെയ്യും. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന കാൻഡിലിവർ ആണ്. അപ്പോൾ ഈ കാൻഡിലിവർക്ക് നമുക്ക് ഒരുപാട് ആപ്ലിക്കേഷൻ ഉള്ളതാണ്. അതുപോലെ തന്നെ ഈ പാലത്തിന്റെ കൺസ്ട്രക്ഷൻ, ബ്രിഡ്ജസിന്റെ, റെയിൽവേ ബ്രിഡ്ജസ്, അപ്പോൾ ഈ പല കൺസ്ട്രക്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സ്ട്രക്ചറാണ് ഈ കാൻഡിലിവർ എന്ന് പറയുന്ന സ്ട്രക്ചർ. ഓക്കെ, അപ്പോൾ അതിന്റെ ബെൻഡിങ്ങിനെ കുറിച്ച് നമുക്ക് അവിടെ അറിഞ്ഞിരിക്കണം. ദാറ്റ് ഈസ് ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്ത ഈ ഒരു കാൻഡിലിവർ ബെൻഡിങ് ഇല്ലാത്ത സമയത്ത് അതിന്റെ ലെങ്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ ലെങ്ത് കണ്ടോ, ഇതുവരെ ടോട്ടൽ ലെങ്ത് ആയിരുന്നത് ബെൻഡിങ് ഒന്നും ഇല്ലാത്ത സമയത്ത് അത് നമുക്ക് L എന്ന് എടുക്കാം. ഓക്കെ, L എന്ന് എടുക്കാം. ദെൻ ദാറ്റ് ഈസ് ദ ടോട്ടൽ ലെങ്ത് L. ബട്ട് ഇതിപ്പോ ബെൻഡിങ് സംഭവിച്ചിരിക്കുന്നത് നമ്മളിപ്പോ നോർമൽ നോക്കുവാണെങ്കിൽ ഈ ഒരു പോയിന്റ് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ ബെൻഡിങ് സംഭവിച്ചിരിക്കുന്നത്. അപ്പൊ ഈ ഒരു പോയിന്റ് ഞാൻ ജസ്റ്റ് ഒരു പോയിന്റ് ഇവിടെ കൺസിഡർ ചെയ്യണം. ഇതിപ്പോ A എന്ന് പറയുന്ന പോയിന്റ്, സി എന്ന് പറയുന്ന പോയിന്റ് ബെൻഡിങ് സംഭവിച്ചു, ബി എന്ന് പറയുന്ന പോയിന്റ് ഈ ഒരു ലോവർ എൻഡ്, ഈ ഒരു എൻഡ് ബെൻഡിങ് സംഭവിച്ച് നിൽക്കുന്ന ഈ ഒരു എൻഡ്. അപ്പോൾ നമുക്ക് എന്തെടുക്കാൻ പറ്റും? ഈ എല്ലിനെ എനിക്ക് ഇവിടെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. കാരണം ഇത് എക്സ് വരെ, ഇപ്പോൾ ഈ ഒരു എക്സ് എന്ന് പറയുന്ന പോയിന്റ് വരെ എന്താണ്, ഇതിപ്പോ ബെൻഡിങ്ങിന് തൊട്ട് മുമ്പത്തെ റീജിയൻ ആണ്. ബെൻഡിങ്ങിന് തൊട്ട് മുമ്പുള്ള റീജിയനാണ് എക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ടോട്ടൽ ലെങ്ത് എൽ ആണെങ്കിൽ ഈ ഒരു റീജിയൻ എന്തായിരിക്കും? എൽ മൈനസ് എക്സ് ആയിരിക്കും. ദാറ്റ് ഈസ് എക്സ് പ്ലസ് എൽ മൈനസ് എക്സ് എന്ത് കിട്ടും? ടോട്ടൽ ലെങ്ത് എൽ തന്നെ കിട്ടും. ഓക്കെ, അപ്പോൾ അതാണ് എടുത്ത കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഇവിടെ ഇപ്പോൾ ഈ ഒരു പോയിന്റ് ഞാൻ അവിടെ ഒയ് എന്ന് കൺസിഡർ ചെയ്തു. എനിക്കിവിടെ ശരിക്കും കണ്ടുപിടിക്കേണ്ട ഡിപ്രഷൻ ആണ്. എത്രത്തോളം ഇത് ഡിപ്രസ് ചെയ്ത് നിൽപ്പുണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം ഇത് ബെൻഡ് ചെയ്ത് നിൽപ്പുണ്ട്. അപ്പോൾ ഈ ഒരു പോയിന്റിന്റെ ഡിപ്രഷൻ ആണ് എനിക്ക് ഇവിടെ എന്ത് ചെയ്യേണ്ടത്? മെഷർ ചെയ്യേണ്ടത്. ഡിപ്രഷന്റെ ലെറ്റർ നമ്മളവിടെ സ്മോൾ ലെറ്റർ ഡെൽറ്റ, ഇതാണ് നമ്മൾ ഡിപ്രഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ലെറ്റർ. അപ്പോൾ ഇതാണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. ബട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇതിപ്പോൾ ഇനി ഒരു എൻഡിലല്ലേ ഇരിക്കുന്നത് ഈ ഒരു ഫിഗർ. അപ്പോൾ ഈ എൻഡിലായി കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ ലിമിറ്റ് ഒന്നും അപ്ലൈ ചെയ്ത് ഇന്റഗ്രേഷൻ അല്ലെങ്കിൽ ഡിഫറൻസിയേഷൻ എനിക്കൊന്നും അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും? ഫസ്റ്റ് ഞാൻ ഈ ഒരു കണ്ടീഷൻ ഇവിടെ ഈ y എന്ന് പറയുന്ന പോയിന്റിൽ ഡിപ്രഷൻ ഇവിടെ ഡിറ്റർമിൻ ചെയ്യും. അതിന് എനിക്ക് എക്സ്പ്രഷൻ ഉണ്ട്. ഈ y എന്ന് പറയുന്ന പോയിന്റിലുള്ള ഡിപ്രഷൻ കണ്ടുപിടിക്കാനായിട്ട് എക്സ്പ്രഷൻ നമുക്ക് ഓൾറെഡി ഉണ്ട്. അപ്പോൾ ആ ഒരു എക്സ്പ്രഷൻ വെച്ചുകൊണ്ട് ഈ y എന്ന് പറയുന്ന പോയിന്റിൽ കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ ഈ ലെങ്തിന്റെ കണ്ടീഷൻസ് അവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കും. അങ്ങനെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്ത് കിട്ടും? നമുക്കിവിടെ ഈ ഒരു ഡെൽറ്റയുടെ വാല്യൂ കിട്ടും. അത് ഡയറക്റ്റ് ആയിട്ട്
ഇവിടെ ഡെൽറ്റ ഇത്രത്തോളം നീങ്ങി എന്നുള്ള കേസ് എനിക്ക് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡിറ്റർമിൻ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നത്. നോക്കുക, കൺസിഡർ സെക്ഷൻ ഓഫ് ബീം അറ്റ് സി അറ്റ് എ ഡിസ്റ്റൻസ് എക്സ് ഫ്രം എ പോയിന്റ് ക്ലാംഡ് എൻഡ് എ. എ എന്ന് പറയുന്ന പോയിന്റ് ക്ലാംഡ് എൻഡും ആ സി എന്ന് പറയുന്ന പോയിന്റ് എന്ത് ചെയ്യുകയാണ്, അവിടെ ബീം ഇപ്പോൾ ബെൻഡിങ് ആണ്. അപ്പോൾ ഡൗൺവേർഡിൽ ഇപ്പോൾ ഒരു ബെൻഡിങ് ഇങ്ങോട്ട് ഫോഴ്സ് കിട്ടി ബെൻഡിങ് ആണെങ്കിൽ എന്ത് ചെയ്യും, ഒരു റിസ്റ്റോറിംഗ് കപ്പിൾ മുകളിലോട്ട് ആക്ട് ചെയ്യും. ഓക്കെ, റിസ്റ്റോറിംഗ് കപ്പിൾ എന്ന് വെച്ചാൽ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സസ് ആക്ടിങ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ, അതാണ് കപ്പിൾ എന്ന് പറയുന്നത്, കപ്പിൾ ഫോഴ്സ് എന്ന് പറയുന്നത്. എന്ത് ചെയ്യുന്നു, ഒരു റിസ്റ്റോറിംഗ് കപ്പിൾ മുകളിലോട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഒരു കപ്പിളിന് എന്ത് ചെയ്യണം, അവിടെ ഒരു വെയിറ്റ് ആണ്, ഇന്റേണൽ കപ്പിൾ, ഇതിന്റെ സ്ട്രക്ചർ കാരണം. ഇപ്പൊ ഒരു മെറ്റീരിയൽ അല്ലേ, അപ്പൊ ഒരു സ്റ്റീൽ റോഡോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ എന്ത് ചെയ്യും, അതിന്റെ ഇറ്റ്സെൽഫ് ചെയ്യുന്ന അതിനൊരു റിസ്റ്റോറിംഗ് കപ്പിൾ, ഒരു റിസ്റ്റോറിംഗ് ഫോഴ്സ്, നമ്മൾ ഈ സ്പ്രിങ്ങിനൊക്കെ ഫോഴ്സ് ഉള്ളത് നിങ്ങൾ ഓസിലേഷൻ പഠിച്ചപ്പോൾ അവിടെ റിസ്റ്റോറിംഗ് ഫോഴ്സ് സ്പ്രിംഗ് ഒക്കെ പഠിച്ചപ്പോൾ ഈ ഒരു സ്ട്രക്ചർ എന്താണ്, ഒരു സ്പ്രിംഗ് പോലെ അല്ലെങ്കിൽ ആ ഒരു മെറ്റീരിയൽ പോലെ റിസ്റ്റോറിംഗ് ഫോഴ്സ് എന്താണ് ഇറ്റ്സെൽഫ് എല്ലാ ബോഡീസിനും ഉണ്ട്. ഇപ്പോൾ പ്ലാസ്റ്റിക് ബോഡീസ് ആണെങ്കിൽ റിസ്റ്റോറിംഗ് ഫോഴ്സ് കാണില്ല, ഒരു ലിമിറ്റ് കഴിയുമ്പോൾ അതങ്ങ് പൊട്ടിപ്പോകും. ബട്ട് എലാസ്റ്റിക് ബോഡീസിനെല്ലാം എന്തുണ്ട്, ഒരു റിസ്റ്റോറിംഗ് ഫോഴ്സ് ഇറ്റ്സെൽഫിനുണ്ട്. അപ്പൊ ആ റിസ്റ്റോറിംഗ് ഫോഴ്സ് ആണ് ഇവിടെ എടുക്കുന്നത്. ദ മൊമെന്റ് ഓഫ് എക്സ്റ്റേണൽ കപ്പിൾ ഡ്യൂ ടു ദ W, ഡൗൺവേർഡ് ആക്ട് ചെയ്യുന്ന കപ്പിൾ W കാരണമുള്ള വെയിറ്റ് എക്സ്റ്റേണൽ കപ്പിൾ which is equal to W into L minus X. അതായത് ഈ വെയിറ്റ് W ഇൻറ്റു എന്താണ് ഇവിടുത്തെ ഈ ഡിസ്റ്റൻസ് കണ്ടോ, ഈ ഡിസ്റ്റൻസിൽ ബെൻഡിങ് സംഭവിച്ചിട്ടുള്ളൂ. അപ്പൊ ആ ഒരു ഡിസ്റ്റൻസ് L മൈനസ് എക്സ്. ദെൻ ഇന്റേണൽ ബെൻഡിങ് മൊമെന്റ്, ഈ ഒരു സ്ട്രക്ചർ കാരണം അതിന് കിട്ടുന്ന ബെൻഡിങ് മൊമെന്റ് എത്രയാണ്, ഇന്റേണൽ, ഇതിപ്പോ എക്സ്റ്റേണൽ കപ്പിൾ ആണ് ഡൗൺവേർഡ് ആക്ട് ചെയ്യുന്നത് നോക്കുക. ദെൻ ഇനി നോക്കേണ്ട ഇന്റേണൽ ബെൻഡിങ് മൊമെന്റ്, ഇന്റേണൽ ബെൻഡിങ് മൊമെന്റ്. ഇന്റേണൽ ബെൻഡിങ് മൊമെന്റിന്റെ വാല്യൂ എന്താണ്, ദാറ്റ് ഈസ് ഈക്വൽ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതായിരുന്നു, yi/r എന്ന് പറയുന്നത്, yi/r. ഇതായത് ഇന്റേണൽ ബെൻഡിങ് മൊമെന്റിന്റെ വാല്യൂ. അപ്പൊ ഇത്രയാണ് നമ്മളിപ്പോ പറഞ്ഞത്, എക്സ്റ്റേണൽ കപ്പിളും പറഞ്ഞു, ഇന്റേണൽ ബെൻഡിങ് മൊമെന്റും പറഞ്ഞു. അപ്പൊ ഇതിപ്പോ രണ്ട് ഫോഴ്സസ് അല്ലേ, രണ്ടും ഡൗൺവേർഡും അപ്വേർഡും ആക്ട് ചെയ്യുന്ന ഫോഴ്സസ്. ദെൻ ഒരു ഇക്വിലിബ്രിയം പൊസിഷനിലാണെങ്കിൽ എന്ത് ചെയ്യും, ഈ രണ്ട് എക്സ്റ്റേണൽ കപ്പിളും ഇന്റേണൽ കപ്പിളും എന്തായിരിക്കും, ഇത് ഈക്വൽ ആയിരിക്കും. കാരണം എന്നാൽ മാത്രമേ ഈ സ്ട്രക്ചർ എന്ത് ചെയ്തു സ്റ്റേബിൾ ആയിട്ട് നിൽക്കത്തുള്ളൂ. ഇല്ലെങ്കിൽ ഇത് ഒന്ന് കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, പൊട്ടിപ്പോവാം. ഒന്നുകിൽ ഇതിപ്പോ ഡൗൺവേർഡ് ആണ് കൂടുന്നതെങ്കിൽ ഇതിന് എന്ത് ചെയ്യാം, ബ്രേക്കിംഗ് സംഭവിക്കാം, അല്ലെങ്കിൽ ഒരുപാട് എക്സ്റ്റേണൽ ബീം അല്ലാതെ മാറും. ഓക്കെ, ഇല്ല ഇതിപ്പോ റിസ്റ്റോറിംഗ് കപ്പിളാണ് കൂടുതലെങ്കിൽ എന്ത് ചെയ്യും, അല്ലെങ്കിൽ ഇതിന്റെ ഇന്റേണൽ ബെൻഡിങ് മൊമെന്റ് ആണ് കൂടുതലായിരിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യും, ഇനി അവിടെ ബെൻഡിങ് വലുതായിട്ട് ഉണ്ടാകത്തില്ല. ഇത് നമ്മൾ വെയിറ്റ് കൂട്ടി കൊടുത്താൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, ബെൻഡിങ് അവിടെ കൂടത്തുള്ളൂ. അതുകൊണ്ട് ഇക്വിലിബ്രിയം പൊസിഷൻ, അപ്പൊ ഈ ഒരു സ്ട്രക്ചർ ഇത് ഇപ്പൊ ഈ ബെൻഡിങ് രീതിയിൽ നിൽക്കുന്നത് എന്തിനാണ്, ഒരു ഇക്വിലിബ്രിയം പൊസിഷനിലായിരിക്കും. താഴോട്ടും കൂടുതൽ പാടില്ല, മുകളിലോട്ടും കൂടുതൽ പാടില്ല. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്, ഈ രണ്ട് ബെൻഡിങ് മൊമെന്റ്സ് ഇപ്പൊ ഞാൻ പറഞ്ഞ ഫസ്റ്റ് സെക്കൻഡ് എന്ത് ചെയ്യുന്നു, ഒരു ഇക്വിലിബ്രിയം പൊസിഷൻ നിൽക്കുവാണ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, ദാറ്റ് ഈസ് yi/r is equal to W into L minus X എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, രണ്ടും ഇക്വിലിബ്രിയം പൊസിഷൻ ആവുന്ന സമയത്താണ്, ഇക്വിലിബ്രിയം പൊസിഷൻ ആവുന്ന സമയത്താണ് ഈ ഒരു കേസ് ഇവിടെ വരുന്നത്. കാന്റിലിവർ ഇക്വിലിബ്രിയത്തിലാകുമ്പോൾ ഇന്റേണൽ ബെൻഡിങ് മൊമെന്റ് ഈസ് ഈക്വൽ ടു മൊമെന്റ് ഓഫ് എക്സ്റ്റേണൽ കപ്പിൾ ഡ്യൂ ടു ദ W വെയിറ്റ്. ദെൻ ഇതിൽ ഇനി ഒരു റിലേഷൻ നമ്മൾ എടുക്കാൻ പോകുന്നത്, ഇതിൽ R എന്ന് വെച്ച് കഴിഞ്ഞാൽ റേഡിയസ് ഓഫ് കർവേച്ചർ. ഏതൊരു കർവിനെ, സ്മോൾ കർവിനെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു സർക്കിളിന്റെ പാർട്ടായിട്ട് മാറ്റാം. ഫോർ എക്സാമ്പിൾ ഇത് ഇപ്പോൾ ഒരു സർക്കിൾ ഇവിടെ വരയ്ക്കുവാണ്. ഈ സർക്കിളിലെ ഈ ഒരു പാർട്ട് മാത്രമാണ് എന്ത് കണ്ടോ, ഈ ഒരു ബെൻഡിങ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന് എന്തുണ്ട്, ശരിക്കും ഇവിടെ ഇതിനൊരു റേഡിയസ് ഓഫ് കർവേച്ചർ ഇങ്ങനെ ഉണ്ട്. ഓക്കെ, നമ്മൾ കോൺവെക്സും കോൺകേവ് മിററും ഒക്കെ പഠിക്കുമ്പോൾ നമ്മൾ അവിടെ റേഡിയസ് ഓഫ് കർവേച്ചർ പഠിക്കും. കാരണം അവിടെ നമ്മൾ കോൺകേവ് മിറർ ഒക്കെ ഇത്രയല്ലേ ഉള്ളൂ കർവേച്ചർ. ബട്ട് നമ്മൾ പറയുമല്ലോ സർക്കിൾ ഒരു പാർട്ടാണ്, എന്നിട്ട് എന്ത് ചെയ്യും, അതിൽ ഇത്രയും ഒരു റേഡിയസ് ഓഫ് കർവേച്ചർ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ അതേ കൺസെപ്റ്റിനാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഏതൊരു ചെറിയൊരു ആർക്കായാലും അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ ആയാൽ പോലും, ഇങ്ങനെ വരയ്ക്കുന്ന സ്ട്രെയിറ്റ് ലൈൻ പോലും എന്താണ്, ഏതോ ഒരു വലിയ സർക്കിളിന്റെ പാർട്ടാണ്. അപ്പൊ ആ ഒരു കൺസെപ്റ്റ് എപ്പോഴും ഓർത്തിരിക്കുക. നമ്മൾ ഈ ഒരു റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറയുമ്പോൾ എങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ റേഡിയസ് ഓഫ് കർവേച്ചർ വന്നതെന്ന് ചോദിക്കരുത്. കാരണം എന്താണ്, ഏതൊരു സ്ട്രെയിറ്റ് ലൈൻ ആയാലും, ഇപ്പൊ ഇവിടെ വരച്ച ഈ ഒരു ഫിഗർ പോലും, ഇപ്പൊ ഈ ഒരു ഇവിടെ ഒരു കർവാണ് ഞാൻ വരച്ചിരിക്കുന്നത്. ബട്ട് ഞാൻ ഒന്ന് അതിനെ സൂം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, ജസ്റ്റ് നിങ്ങൾക്ക് എന്ത് തോന്നിപ്പോ, ഇതൊരു വെറും ഒരു സ്ട്രെയിറ്റ് ലൈൻ മാത്രമായിട്ട് തോന്നും. അതാണ് ഒരു കൺസെപ്റ്റ്. ബട്ട് ഇതിന് എന്തുണ്ട്, റേഡിയസ് ഓഫ് കർവേച്ചർ ഉണ്ട്. അപ്പൊ അതൊന്ന് അറിഞ്ഞിരിക്കാം. അപ്പൊ അതനുസരിച്ചിട്ട് ഇവിടെ R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ റേഡിയസ് ഓഫ് കർവേച്ചർ ആണ്. അറ്റ് സി എന്ന് പറയുന്ന പോയിന്റ് വെച്ചിട്ടുള്ള ഒരു റേഡിയസ് ഓഫ് കർവേച്ചർ. അപ്പൊ ഈ ഒരു എക്സ്പ്രഷൻ വെച്ചിട്ട് നമ്മുടെ ഈ ഒരു ഇവിടുത്തെ ഒരു ഡിപ്രഷൻ ഉണ്ടല്ലോ, y എന്ന് പറയുന്ന ഡിപ്രഷൻ, ജസ്റ്റ് ഇപ്പോൾ നമ്മൾ ആ എടുത്തൊരു ഡിപ്രഷൻ അത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, x ഡിസ്റ്റൻസിനുള്ള ഡിപ്രഷൻ y എന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ റിലേഷൻ ഉണ്ട്, ദാറ്റ് ഈസ് 1/r is equal to d square y by dx square എന്നൊരു റിലേഷൻ ഉണ്ട്. അപ്പൊ ഈ റിലേഷൻ പറയുന്നത് x ഡിസ്റ്റൻസിലുള്ള ഡിപ്രഷൻ, അതാണ് ഈ y എന്ന് പറയുന്ന പോയിന്റ്. കണ്ടോ, ഈ ഒരു y എന്ന് പറയുന്ന പോയിന്റ് which is equal to 1/r, അതായത് റേഡിയസ് കർവേച്ചറിന്റെ റെസിപ്രോക്കൽ 1/r ആണെന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു റിലേഷൻ വെച്ചിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും,
കണ്ടോ ഇവിടെ ഈ 1/r ന് പകരം ഇതൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. കാരണം നമുക്കിനി ഇതിനെ ഡിഫറൻഷ്യൽ ഇക്വേഷനിലാക്കി ഇന്റഗ്രേറ്റ് ചെയ്ത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമുക്ക് ഒയുടെ ഡെറിവേഷനിലോട്ട് ഒയുടെ ടേംസിലോട്ട് മാറ്റാൻ പറ്റുള്ളൂ. ഒയുടെ ടേംസിന് മാറ്റിയിട്ട് ഒരു കണ്ടീഷൻ അപ്ലൈ ചെയ്യുന്ന സമയത്താണ് നമുക്ക് ഈ പോയിന്റിലെ ഡിപ്രഷൻ കിട്ടുന്നത്. ഓക്കെ, അങ്ങനെ വരുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു, രണ്ട് നമ്മൾ ഇക്വേറ്റ് ചെയ്തു. ഈ സെക്കൻഡ് സ്റ്റെപ്പ് ആണ് നമ്മൾ എന്ത് ചെയ്തത്? ഇവിടെ 1/r = d²/dx² എന്ന് പറഞ്ഞു. ഇനി ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ഇക്വേഷൻ നമ്പർ 1 ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക 1/r. അപ്പോൾ ഈ y എന്ത് ചെയ്യുക? ഇവിടെ ഒന്ന് മാറ്റുക. ദാറ്റ് ഈസ് 1/r is equal to w into L minus x divided by yi എന്നായിട്ട് മാറി. ഇത് നമുക്ക് എന്ത് ചെയ്യാം? 1/r ന് പകരം ഇതൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദാറ്റ് ഈസ് 1/r is equal to d² y by dx² equal to w into L minus x divided by yi എന്ന് എടുക്കാൻ പറ്റും. അപ്പോൾ ഇത് നമുക്ക് ഒരു സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ കിട്ടി. നമുക്ക് ഇങ്ങനെ വെച്ചുകൊണ്ട് സൊല്യൂഷൻ ഒന്നും എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഇവിടെ ഇതിനെ ഒന്ന് ഇന്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ ഇന്റഗ്രേഷൻ എന്ന് വെച്ചാൽ ഡിഫറൻസിയേഷന്റെ ഓപ്പോസിറ്റ് പ്രോസസ് ആണ്. നമ്മൾ ഇന്റഗ്രേഷൻ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും? ഒരു ഡെറിവേറ്റീവ് ഇവിടെ നിന്ന് മാറും. അല്ലെങ്കിൽ ഇവിടെ ഇന്റഗ്രേഷൻ അപ്ലൈ ചെയ്യുന്നു, ഇവിടെ ഇന്റഗ്രേഷൻ അപ്ലൈ ചെയ്യുന്നു. ഇവിടെ നമുക്ക് ലിമിറ്റ് ഇല്ല ഇന്റഗ്രേഷൻ കൊടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് കോൺസ്റ്റന്റ് വരും. ദെൻ ഇവിടെ ഈ d²/dx² ന് പകരം എന്ത് ചെയ്യാം? ഒരു ഫസ്റ്റ് ടൈം ഇന്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ dy/dx എന്നായിട്ട് മാറും. ആ സെക്കൻഡ് ഡെറിവേറ്റീവ് മാറി, അത് ഫസ്റ്റ് ഡെറിവേറ്റീവ് മാത്രമായിട്ട് മാറും. dy/dx എന്നായിട്ട് മാറും. ഓക്കെ, which is equal to ഇവിടെ ഇന്റഗ്രേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ ഈ w yi യും എല്ലാം കോൺസ്റ്റന്റ് ആണ്. അതുപോലെ തന്നെ ഇതിനകത്ത് എന്ത് ചെയ്യേണ്ടി വരും? ഇന്റഗ്രേഷൻ കൊടുക്കേണ്ടി വരും. അപ്പോൾ L ന്റെ ഇവിടെ വേറെ കോൺസ്റ്റന്റ് ഇല്ല. അപ്പോൾ ഇന്റഗ്രൽ L എന്ന് പറഞ്ഞാൽ നമുക്ക് x എന്ന് കിട്ടും. അതായത് Lx എന്ന് കിട്ടും. മൈനസ് ഇവിടെ x ന്റെ ഇന്റഗ്രൽ എന്താണ്? x²/2 ആണ്. x²/2 ആണ്. ഇവിടെ നമുക്ക് ഇന്റഗ്രേഷൻ ലിമിറ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇവിടെ നമുക്കൊരു കോൺസ്റ്റന്റ് ടേം വരും. ദാറ്റ് ഇസ് പ്ലസ് c1 ഒരു കോൺസ്റ്റന്റ് ടേം കൂടി വരും. അപ്പോൾ ഇത്രയാണ് ഫസ്റ്റ് നമുക്ക് ഇവിടെ കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഇനി എന്ത് ചെയ്യണം? ഈ കോൺസ്റ്റന്റ് വാല്യൂ ഒന്ന് ഡിറ്റർമിൻ ചെയ്യുക. അപ്പോൾ ഈ കോൺസ്റ്റന്റ് വാല്യൂ ഡിറ്റർമിൻ ചെയ്യാനായിട്ട് നമുക്ക് കണ്ടീഷൻസ് കൊടുക്കുകയാണ്. അതായത് ഈ ഫിഗർ ഇവിടെ നോക്കിക്കോളൂ. ടെക്സ്റ്റ് ഉണ്ടെങ്കിൽ ടെക്സ്റ്റ് ഫിഗർ തന്നെയാണ്. അപ്പോൾ ഇവിടെ കൊടുക്കുന്ന സമയത്ത് കണ്ടോ, ഈ x 0 ആവുന്ന സമയത്ത് ഈ ഒരു ഡിസ്റ്റൻസ് x ഇവിടെ 0 ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നുണ്ട്? x 0 ആവുന്ന കണ്ടീഷനിൽ ആണ് ഫിഗർ. അപ്പോൾ ഈ x 0 ആയി കഴിഞ്ഞാൽ ഇവിടെ y ക്ക് എന്തെങ്കിലും വാല്യൂ ഉണ്ടോ? y ഇവിടെ എന്തായി പോകും? 0 ആയിട്ട് പോകും. അത് x 0, ഈ ലെങ്ത് 0 ആവണം. അപ്പോൾ ഇതാണ് പോയിന്റ്. ഈ പോയിന്റിൽ എന്തില്ല? y ക്ക് ഡിപ്രഷൻ ഒന്നുമില്ല. അത് dy/dx എന്താണ്? 0 ആണ്. അങ്ങനെയാണ് നമ്മളോട് കൊടുക്കുന്നത്. ദാറ്റ് ഈസ് c കണ്ടുപിടിക്കാനായിട്ട് നമ്മളോട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന വാല്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ when x = 0, x 0 ആവുന്ന കണ്ടീഷനിൽ dy/dx എന്തായിരിക്കും? dy/dx എന്ന് പറയുന്നത് അവിടെ 0 ആയിട്ട് പോകും. അപ്പോൾ ഇവിടെ dy/dx 0 ആയി, x 0 ആയി. x 0 L 0 ആയിട്ട് പോകും. ഇവിടെ എന്ത് ചെയ്യും? 0 ആയിട്ട് പോകും. ബാക്കി നമുക്ക് c ക്ക് എന്തെങ്കിലും വാല്യൂ ഉണ്ടോ? c1 = എന്ത് കിട്ടും? 0 എന്ന് തന്നെ കിട്ടും. അതവിടെ കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ ഇല്ല ഈ കണ്ടീഷൻ കൊടുക്കുമ്പോൾ. ലിമിറ്റ് അല്ല, നമ്മൾ കണ്ടീഷൻസ് കൊടുക്കുന്നതാണ് കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ കണ്ടുപിടിക്കാനായിട്ട്. അപ്പോൾ ഇതിപ്പോൾ ഒരു ഫസ്റ്റ് ഡെറിവേറ്റീവ് ആയിട്ടുണ്ട്. എന്നാൽ നമുക്ക് ഒയുടെ ടേംസിലോട്ട് ആയിട്ടില്ല. ഇനി ഒയിലോട്ട് മാറ്റം എന്ത് ചെയ്യണം? എഗെയിൻ നമ്മൾ വീണ്ടും ഇന്റഗ്രേഷൻ അപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ ഒരു ടേമിൽ വീണ്ടും ഒന്ന് ഇന്റഗ്രേഷൻ കൊടുക്കുക. ഓൺ ഇന്റഗ്രേറ്റിംഗ് ഈ ടേം നമുക്ക് y എന്ന് മാത്രമായിട്ട് മാറും. y is equal to that is ഇവിടെ w/yi കോൺസ്റ്റന്റ് ടേം ആണ്. ബാക്കി എന്താണുള്ളത്? ഇവിടെ നമുക്ക് Lx ഉണ്ട്. അവിടെ L കോൺസ്റ്റന്റ് തന്നെയാണ്. ബട്ട് ഈ ഒരു വേരിയബിളിനകത്ത് എടുക്കുന്നത് നമ്മൾ അവിടെ തന്നെ ഇട്ടിരിക്കുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് L x ന്റെ അവിടെ നമുക്ക് x²/2 ആയിട്ട് മാറും. L x²/2 ആയിട്ട് മാറും. പ്ലസ് ഇവിടെ എന്ത് വരും? ഇവിടെ ഇപ്പോൾ x²/2 ആണ്. ദെൻ അത് x³/3 × 2 വരും. 3 × 2 എന്ന് വെച്ചാൽ എന്താണ്? 6 ആണ്. പ്ലസ് വീണ്ടും ഒരു കോൺസ്റ്റന്റ് വരും c2 എന്ന് പറഞ്ഞിട്ട്, കാരണം ലിമിറ്റ് ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ ഇവിടെയും കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ കണ്ടുപിടിക്കാനായിട്ട് വീണ്ടും കണ്ടീഷൻ കൊടുക്കുക. കണ്ടീഷൻ നേരത്തെ കൊടുത്ത അതേ കണ്ടീഷൻ ആണ്. ദാറ്റ് ഈസ് x 0 ആവുന്ന സമയത്ത് y എന്താണ്? 0 ആണ്. x 0 ആയി കഴിഞ്ഞാൽ ഈ ഒരു പോയിന്റ് x എടുത്തു കഴിഞ്ഞാൽ അവിടെ എന്തില്ല? ആ y ക്ക് പ്രത്യേകിച്ച് വാല്യൂ ഒന്നും ഇല്ല. ദാറ്റ് ഈസ് കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ. ഈ ഒരു ടേമിൽ എന്ത് കിട്ടും? ദാറ്റ് ഈസ് c1 = c2 = 0 എന്നാണ് കിട്ടുന്നത്. ഓക്കെ, കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ 0 ആണ്. അപ്പോൾ ഇവിടുത്തെ ഇക്വേഷൻ ഇപ്പോൾ എങ്ങനെയായിട്ട് മാറി? ദാറ്റ് ഈസ് y is equal to w/yi into L x²/2 plus x³/6 എന്നായിട്ട് മാറും. ഓക്കെ, ഇതാണ് നമുക്ക് കിട്ടുന്ന എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. അതായത് ഇതിന്റെ ആ ഡിപ്രഷന്റെ ആ c എന്ന് പറയുന്ന പോയിന്റ് ഡിപ്രഷൻ. എന്നാൽ നമുക്ക് ആവശ്യമുള്ളതായിട്ടില്ല. നമുക്ക് ആവശ്യമുള്ളതുണ്ടല്ലോ ഈ ഒരു ഡിപ്രഷൻ ആണ്. എന്നാൽ മാത്രമേ നമുക്ക് അതിന് പ്രയോജനമുള്ളൂ. അത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ y വരെ എടുത്ത് നിർത്തിയിരിക്കുന്നത്. കാരണം നമുക്ക് ഡിപ്രഷനുമായിട്ട് ബന്ധപ്പെട്ട് ഡയറക്റ്റ് റിലേഷൻ ഇല്ല. ഈ y-യുടെ ഒരു റിലേഷൻ മാത്രമേ ഉള്ളൂ. അത് നമുക്ക് ഇവിടെ വെച്ചിട്ട് റേഡിയസ് കർവേച്ചർ പറയാനും പറ്റത്തുള്ളൂ. ഓക്കെ, അതുകൊണ്ടാണ് എന്തെടുത്ത് ഇവിടെ നമ്മളിപ്പോൾ ഈ ഒരു ഇക്വേഷനിൽ കൊണ്ടെത്തിക്കുന്നത്. ഇതാണ് നമുക്ക് അവിടെ കിട്ടുന്ന ഇക്വേഷൻ, ഡിപ്രഷന്റെ ഇക്വേഷൻ. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ വേണം? നമ്മുടെ ലോഡഡ് എൻഡിന് കണ്ടീഷൻ കൊടുക്കുന്നു. അത് ലോഡഡ്
എൻഡ്. അപ്പോൾ ലോഡഡ് എൻഡിലാകുന്ന സമയത്ത് ഈ എക്സിന്റെ വാല്യൂ എന്തായി മാറും? അതായത് ഇപ്പോൾ ഇതാണ് ഫിഗർ, ഇവിടെ ലോഡഡ് എൻഡിന്റെ ഇതിൽ നോക്കിക്കോളൂ, ഇത് വിട്ട് ഇതുവരെ ലോഡഡ് എൻഡ് എന്ന് പറയുന്നത് ഈ എൻഡ്. അപ്പോൾ ലോഡഡ് എൻഡിൽ ഇത് ടോട്ടൽ ലെങ്ത് ഉണ്ട്, അത് ബീമിന്റെ ടോട്ടൽ ലെങ്തിലാണ് ലോഡ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഇത് മുതൽ ഇതുവരെ ടോട്ടൽ ലെങ്ത് എൽ അല്ലേ. അപ്പോൾ ലോഡഡ് എൻഡിൽ എക്സിന്റെ വാല്യൂ, നേരത്തെ ഈ എക്സ് ഇതുവരെ ഉണ്ടായിരുന്നുള്ളൂ, ബട്ട് ലോഡഡ് എൻഡിലാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ പോയിന്റ് സി മാറ്റിയിട്ട് ബിയിലാണ് കൺസിഡർ ചെയ്യേണ്ടത്, ആ ടോട്ടൽ ലെങ്ത് അവിടെ എടുക്കേണ്ടി വരും. അപ്പോൾ എക്സിന് വരെ എന്ത് കൊടുക്കാം? എക്സിന് വരെ നമുക്ക് അവിടെ ലോഡഡ് എൻഡ് വി ക്യാൻ ഗീവ് x equal to L എന്ന് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് ലോഡഡ് എൻഡ് x equal to L. അടുത്ത ഒയ്ക്ക് എന്തായിട്ട് മാറും? ഒയുടെ വാല്യൂ അവിടെ ഈ ഒരു ഡിപ്രഷൻ ഇവിടെ ഒയ് ആയിരുന്നു, അത് ഇവിടെ ആകുമ്പോൾ എന്തായിട്ട് മാറും? നമുക്ക് അവിടെ അത് ഡെൽറ്റ ആയിട്ട് മാറും. y is equal to ഡെൽറ്റ. അപ്പോൾ ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ മോഡിഫൈ ചെയ്ത് എഴുതാൻ പറ്റും. ദാറ്റ് ഈസ് മുകളിലോട്ട് എഴുതുവാണ്, വി ആർ ഗെറ്റിംഗ് delta is equal to W by yi into കണ്ടോ x സ്ക്വയറിന് സ്ഥാനത്ത് L വരും, L into L square, L into L square divided by 2 minus L cube by 6 എന്നായിട്ട് മാറും. ഓക്കെ, ഇതാണ് അവിടെ ഉണ്ടാകുന്ന ചേഞ്ച്. അപ്പോൾ ഒന്ന് സോൾവ് ചെയ്യുക. സോൾവ് ചെയ്തതിന് ശേഷം ഇവിടെ ബാക്കി വാല്യൂസ് കൂടി ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ബാക്കി എന്ത് കിട്ടും? ദാറ്റ് ഈസ് W by i into L square into ഇവിടെ ഇവിടെ നമുക്ക് LCM എടുത്തൊന്ന് മൾട്ടിപ്ലൈ സോൾവ് ചെയ്യും. ഇതിനെല്ലാം കൂടി സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ലാസ്റ്റ് കിട്ടുന്നത് ദാറ്റ് ഈസ് L cube by 3 എന്നായിരിക്കും, L cube by 3 എന്നായിരിക്കും കിട്ടുന്നത്. അടുത്ത് എന്ത് ചെയ്യാം? ഇവിടെ നമുക്കിപ്പോൾ ഈ ഒരു ഐക്ക് പോരാം. ഐ ജോമെട്രിക്കൽ മൊമെന്റ് ഓഫ് ഇനർഷ്യ അല്ലേ. ജോമെട്രിക്കൽ മൊമെന്റ് ഓഫ് ഇനർഷ്യക്ക് നമുക്ക് വാല്യൂ ഉണ്ട്, AK സ്ക്വയർ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത്. അപ്പോൾ ആ ഒരു വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തില്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കിട്ടുന്നാലും മതിയാവും മൊമെന്റ് ഓഫ് ഇനർഷ്യ. ബട്ട് പ്രോബ്ലം തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? അവിടെ അതിന്റെ വാല്യൂസ് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഡെൽറ്റ ഈസ് ഈക്വൽ ടു W by y AK square, K is the radius of gyration, okay, AK square into L cube by 3 എന്നായിട്ട് മാറും. ആൻഡ് AK സ്ക്വയറിന് റെക്ടാങ്കുലർ ക്രോസ് സെക്ഷൻ ആണെങ്കിൽ AK സ്ക്വയറിന്റെ വാല്യൂ എന്തായിരിക്കും? റെക്ടാങ്കുലർ ക്രോസ് സെക്ഷൻ ആണെങ്കിൽ AK സ്ക്വയറിന്റെ വാല്യൂ ഇസ് ഈക്വൽ ടു BDQ by 12 എന്നായിട്ട് മാറും. ഇതിപ്പോൾ റെക്ടാങ്കുലർ ക്രോസ് സെക്ഷൻ ആണെങ്കിൽ, ഇനി ഇതൊരു സർക്കുലർ ക്രോസ് സെക്ഷൻ ആണെങ്കിൽ, ഇവിടെ AK സ്ക്വയറിന്റെ വാല്യൂ എന്തായിരിക്കും? AK സ്ക്വയർ ഈക്വൽ ടു 5 R raised to 4 by 4 എന്നായിട്ട് മാറും. ആൻഡ് W is equal to mg ആണ്, മാസ് ഇൻറ്റു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അപ്പോൾ ഈ AK സ്ക്വയർ വന്ന ഭാഗത്തിൽ എന്ത് ചെയ്യുക? ഈ വാല്യൂസ് ഒക്കെ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് മാറ്റി എഴുതുക കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് കാൻഡിലിവറിന്റെ എക്സ്പ്രഷനിൽ ഉള്ളത്. പ്രോബ്ലം തന്നാൽ ഇതിന്റെ വാല്യൂസ് ഒക്കെ തന്നിരിക്കും. അപ്പോൾ റെക്ടാങ്കുലർ ക്രോസ് സെക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഇക്വേഷൻ അവിടെ യൂസ് ചെയ്യേണ്ടി വരും, BD ക്യൂബ്. അവിടെ ചിലപ്പോൾ ബിയും ഡി ഒക്കെ തന്നിരിക്കും. നമ്മൾ ഡെൽറ്റ ആ ഒരു ഡിപ്രഷൻ കണ്ടുപിടിച്ചാൽ മതിയായിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ എക്സ് മോഡൽസ് ഡിറ്റർമിൻ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ചോദിക്കാം, തിരിച്ചു ചോദിക്കാം. നമ്മുടെ പ്രോബ്ലം നമ്മുടെ പ്രാക്ടിക്കൽ സെക്ഷൻ ഉള്ളതുപോലെ ഫൈൻഡ് എക്സ് മോഡൽസ് ഓഫ് എ റെക്ടാങ്കുലർ റിംഗ് ഓഫ് എ കാൻഡിലിവർ വിത്ത് ഈസ് ക്ലാംഡ് അറ്റ് ഇത്ര എൻഡെന്നോ അല്ലെങ്കിൽ ബ്രെഡ്ത്തോ അങ്ങനെ എന്തെങ്കിലും തന്നിരിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് ഈ ടൈപ്പിന്റെ പ്രോബ്ലംസ് വരുന്നത്. അപ്പൊ നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത് നോൺ യൂണിഫോം ബെൻഡിങ് എക്സ്പ്രഷൻ ഫോർ ഡിപ്രഷൻ ഓഫ് എ മിഡ് പോയിന്റ് ഓഫ് എ ബി. ഇവിടെ നമുക്ക് നോക്കേണ്ടത് യൂണിഫോം ബെൻഡിങ്ങിന്റെ കേസാണ്. ഇപ്പൊ യൂണിഫോം ബെൻഡിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അറിയായിരിക്കും യൂണിഫോം ബെൻഡിങ് എങ്ങനെ ചെയ്യുന്നത്. നമുക്ക് രണ്ട് നൈഫ് എഡ്ജ് കാണും, ഇതിപ്പോ രണ്ട് നൈഫ് എഡ്ജ് ആണ്. നൈഫ് എഡ്ജ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു വുഡൻ സ്കെയിൽ ഇങ്ങനെ പ്ലേസ് ചെയ്യും. വുഡൻ സ്കെയിലിന്റെ സെന്ററിൽ കണ്ടോ ഈ ഒരു പോയിന്റാണ് എന്ത് ചെയ്യുന്നത്? ഞാൻ അവിടെ മാസ് M അറ്റാച്ച് കൊടുക്കുന്നത്. M അറ്റാച്ച് ചെയ്യും. അപ്പോൾ ഇത് എന്ത് ചെയ്യും? ഇത് ഇങ്ങനെ ബെൻഡിങ് സംഭവിക്കും. ഇതിപ്പോ മാറ്റി വരയ്ക്കുന്ന ഫിഗർ നേരെ ഇരുന്ന സ്കെയില് ഇപ്പോൾ ഈ ഒരു മാസ് കൊടുത്ത സമയത്ത് ഇതിങ്ങനെ ഒരു ഇൻവെർട്ടഡ് ഒരു യു ഷേപ്പ് പോലെ ബെൻഡിങ് സംഭവിച്ച് ഇങ്ങനെയായിട്ട് മാറും. ഓക്കെ, ഇതാണ് നോൺ യൂണിഫോം ബെൻഡിങ് എന്ന് പറയുന്നത്. ഈ യൂണിഫോം ബെൻഡിങ് ആണ് രണ്ട് സൈഡിലായിരിക്കും നമ്മൾ മാസ് അറ്റാച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫിഗർ. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ എടുക്കാം? രണ്ട് കാൻഡിലിവേഴ്സ് ആയിട്ട് എടുക്കാൻ പറ്റും. കണ്ടോ ഈ ഒരു ഫിഗറിനെ എനിക്ക് എന്ത് ചെയ്യാം? ഇവിടെ വെച്ച് ഇങ്ങനെ കട്ട് ചെയ്യുവാണെങ്കിൽ ഇത് രണ്ട് കാൻഡിലിവേഴ്സ് ആണ്, ബട്ട് ഇൻവേർട്ടഡ് കാൻഡിലിവേഴ്സ്. നേരത്തെ കാൻഡിലിവർ നമ്മൾ വരച്ചത് തിരിച്ച് ഇങ്ങനെയായിരുന്നു. നേരത്തെ ഞാൻ വരച്ചിട്ടുണ്ടല്ലോ, ഇങ്ങനെയാണ് വരച്ചിരുന്നത് ഈ ഒരു തരത്തിൽ. ഇതപ്പോൾ ഒന്ന് തിരിച്ചു വെച്ച് കഴിഞ്ഞാൽ എന്തായി മാറും? ഈ ഒരു ഫിഗറിനെ തന്നെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എന്തായിട്ട് മാറും? കണ്ടോ തിരിച്ച് റൊട്ടേറ്റ് ചെയ്യണം, റൊട്ടേറ്റ് ആവുന്നില്ല. ഓക്കെ, അപ്പോൾ റൊട്ടേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ ഇത് നമുക്ക് എന്തായിട്ട് മാറും? ഒരു കാൻഡിലിവർ ആയിട്ട് മാറും. സോറി, നോൺ യൂണിഫോം ബെൻഡിങ്ങിന്റെ ഒരു സെക്ഷൻ ആയിട്ട് മാറും. അങ്ങനെ രണ്ട് കാൻഡിലിവേഴ്സ് ചേർന്നാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു സ്ട്രക്ചർ അവിടെ നമ്മൾ ഫോം ചെയ്യും. അപ്പോൾ ഈ ഫോം ചെയ്യുന്ന ഈ സ്ട്രക്ചറിന്റെ നമുക്കിവിടെ ഒരു ഡിപ്രഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. സെന്റർ പോർഷനിൽ വരുന്ന ഡിപ്രഷൻ നമുക്ക് എന്ത് ചെയ്യണം? ഡിറ്റർമിൻ ചെയ്യണം. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്ന വെയിറ്റിന്റെ ഇതൊക്കെ ഇവിടെ നമുക്ക് W വെയിറ്റ് ഡൗൺവേർഡ് ഇവിടെ ആക്ട് ചെയ്യും.
ഇവിടെ ടോട്ടൽ ഡബ്ല്യു വെയിറ്റ് ആക്ട് ചെയ്യുന്നു. ബട്ട് ഇനി രണ്ട് സൈഡ് വേസിൽ എങ്ങനെ വെയിറ്റ് കിട്ടുന്നത്? ഇതിപ്പോ ഡബ്ല്യു ആണ്. അപ്പൊ രണ്ട് ഹാഫ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ഇവിടുത്തെ വെയിറ്റും ലെങ്തും ഒക്കെ. ഇപ്പൊ ടോട്ടൽ ലെങ്ത് ഇവിടെ L ആയിരുന്നു. ഇപ്പോ L ആണ്. ബട്ട് ഇവിടെ ഈ ഒരു റീസൺ വരെ നമുക്ക് എന്ത് ചെയ്യാം? ഇത് മുതൽ ഇതുവരെ L/2. അപ്പോൾ ഒരു കാൻഡിലിവറിന്റെ ലെങ്ത് അവിടെ L/2 മാത്രമേ ഉള്ളൂ. ഇതാണ് ഒരു കാൻഡിലിവർ. ഇത് മുതൽ ഇതുവരെ ഒരു കാൻഡിലിവർ. നെക്സ്റ്റ് ഇത് തൊട്ട് ഇതുവരെ മറ്റൊരു കാൻഡിലിവർ. അപ്പോൾ നമുക്ക് ഫിഗർ ഒന്ന് മാറ്റി വരയ്ക്കാം. അത് അടുത്ത് വരച്ച് തരാം. ഇത് തൊട്ട് ഇതുവരെ എന്തായിരിക്കും? അതും അവിടെ L/2 ആയിരിക്കും. L/2. അപ്പോൾ ഇവിടെ W എന്തായി പോകും? W നമുക്ക് പകുതി പകുതി വീതം രണ്ട് സൈഡിലായിരിക്കും കിട്ടുന്നത്. ഹാഫ് ഹാഫ് വീതം രണ്ട് സൈഡിലായിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഇവിടെ ആക്ട് ചെയ്യുന്ന W, ഇവിടെ ഡൗൺവേർഡ്, ഇവിടെ അപ്വേർഡ് ആയിരിക്കും W ആക്ട് ചെയ്യുന്നത്. ഓക്കെ. കാരണം ഇങ്ങോട്ട് നമ്മൾ എത്രത്തോളം വെയിറ്റ് കൊണ്ട് വലിക്കുന്നു അതനുസരിച്ച് രണ്ട് സൈഡും റൈസ് ആയിക്കൊണ്ടിരിക്കും. ഓക്കെ, അതാണ് ഒരു റീസൺ എന്ന് പറയുന്നത്. ഇവിടെയും W/2 ആയിരിക്കും, ഇവിടെയും W/2 ആയിരിക്കും അവിടെ കിട്ടുന്ന വെയിറ്റിന്റെ ഫോഴ്സ് എന്ന് പറയുന്നത്. That is, the middle part of the beam is almost horizontal, hence the beam may be considered as a two inverted cantilever. നമുക്ക് നെയിമിംഗ് കൊടുക്കാം. ഇത് A, ഈ പോയിന്റ് C, and this is the point B. We can written as CA ഒരു കാൻഡിലിവർ, അതുപോലെ തന്നെ CB മറ്റൊരു കാൻഡിലിവർ. The length of each cantilever is L/2 and can be assumed to be clamped at C and carrying a upward load. അപ്പോൾ നമ്മൾ ഈ ഫിഗർ ഒന്ന് മാറ്റി വരയ്ക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെയായിട്ട് മാറും നമ്മുടെ ഫിഗർ. ഇപ്പോൾ നമ്മൾ കോർഡിനേറ്റ് സിസ്റ്റം വരച്ചിട്ട് നമുക്ക് വരയ്ക്കാം. അപ്പോൾ ഈ C എന്ന് പറയുന്ന പോയിന്റ് തൊട്ട് ഞാൻ ഈ ഒരു കാൻഡിലിവർ മാത്രമേ ഇപ്പോൾ കൺസിഡർ ചെയ്യാം. ഇത് തൊട്ട് ആണല്ലോ, ഇത് മുതൽ ഇതുവരെയുള്ള ഈ ഒരു കാൻഡിലിവർ മാത്രം ഞാൻ കൺസിഡർ ചെയ്യുകയാണ്. അപ്പോൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് എങ്ങനെ കിട്ടും? ഞാൻ ഇങ്ങോട്ടൊന്ന് മാറ്റി വരച്ചു. ജസ്റ്റ് മാറ്റി വരയ്ക്കുന്നേ ഉള്ളൂ, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് മാറ്റി വരയ്ക്കുന്നേ ഉള്ളൂ. ഓക്കെ, കാൻഡിലിവറിന്റെ ഒരു പോർഷൻ ആയിട്ട് വരച്ചു. നേരത്തെ ഞാൻ തിരിച്ചു വരച്ച ഫിഗറിന് ഇപ്പോൾ ഒന്ന് റൊട്ടേറ്റ് വരച്ചു. ആ ഒരു ചേഞ്ച് മാത്രമേ എനിക്ക് തോന്നുന്നുള്ളൂ ഇപ്പോൾ. ആൻഡ് ദാറ്റ് ക്യാൻ ബി റിട്ടൺ ആസ്, ഇവിടുത്തെ ഫോഴ്സ് എത്രയായിരുന്നു? ഇവിടെ ആക്ട് ചെയ്യപ്പെടുന്ന ഫോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ W/2 ആണ്. ഇവിടുത്തെ ഈ പോയിന്റ് അവിടെ നമുക്ക് CB. ഓക്കെ, ഈ ഒരു ഫിഗറിനെ ഇവിടെ മാറ്റി വരയ്ക്കുകയാണ്. അപ്പൊ ഇവിടെ നമുക്ക് നേരത്തെ പോലെ തന്നെ ഈ ഒരു പോയിന്റിൽ എലിവേഷൻ കണ്ടുപിടിക്കണം. ഇവിടെ എലിവേഷൻ ദാറ്റ് ഈസ് Y, ആൻഡ് നമുക്ക് ശരിക്കും വേണ്ടിയിരുന്നത് ഇവിടുത്തെ ഇതാണ്. ഓക്കെ, ഈ ഒരു ഡെൽറ്റയുടെ വാല്യൂ ആണ് നമുക്ക് അവിടെ ആവശ്യം, എത്രത്തോളം റൈസ് ചെയ്യുന്ന അറിയാനായിട്ട്. ബട്ട് നമുക്ക് ആ ഒരു ഡയറക്റ്റ് കണ്ടുപിടിക്കേണ്ട വഴിയില്ലല്ലോ. അതിന് വേറെ എന്ത് ചെയ്തു? ഫസ്റ്റ് ഇവിടെ X എന്ന ഡിസ്റ്റൻസിലുള്ള ആ ഒരു Y എന്ന് പറയുന്നത് കണ്ടുപിടിക്കും. കണ്ടുപിടിച്ചതിന് ശേഷം എന്ത് ചെയ്യും? നമ്മൾ അവിടെ കണ്ടീഷൻസ് അപ്ലൈ ചെയ്ത് ഈ ഒരു ഡെൽറ്റയുടെ വാല്യൂ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ ഇത്രയും മാത്രമേ ഉള്ളൂ. അപ്പോൾ ലെങ്ത് എടുക്കുമ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ നമുക്ക് L/2 എടുക്കാൻ പറ്റത്തുള്ളൂ. L/2 ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇനി എടുക്കാൻ പോകുന്നത് the depression C below the knife edge is elevation of the lower end. അപ്പോൾ ഇവിടുത്തെ ഡിപ്രഷൻ എത്രത്തോളം വരുന്നു അത്രയായിരിക്കും അപ്പുറത്തെ കേസ് എന്ത് വരുന്നത്? അതിന്റെ എലിവേഷൻ വരുന്നത്. ഓക്കെ, എലിവേഷൻ ആ ഒരു പോയിന്റിൽ അത്രയും വരുന്നുണ്ട്. That is, to find the depression, consider vertical section D at a distance x from the C. അപ്പോൾ D എന്ന് പറയുന്ന പോയിന്റ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുകയാണ് at a distance C യിൽ. ഓക്കെ, X. ഓക്കെ, C and the moment of deflecting couple acting on the portion DB. അപ്പോൾ ഇവിടെ ആക്ട് ചെയ്യപ്പെടുന്ന ഡിഫ്ലക്ഷൻ കപ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കിട്ടുന്ന കപ്പിൾ എങ്ങനെയായിരിക്കും? ദാറ്റ് ഈസ് W/2. കാരണം ഇവിടുത്തെ വെയിറ്റ് നമ്മൾ നേരത്തെ W എന്ന് എടുത്തു, ബട്ട് ഇവിടെ നമുക്ക് W/2 എടുക്കാൻ പറ്റത്തുള്ളൂ. കാരണം പകുതിയല്ലേ കിട്ടുന്നുള്ളൂ. ഇവിടെയാണ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്, ഇവിടെ രണ്ട് ഹാഫ് ആയിട്ട് രണ്ട് സൈഡിലോട്ട് പോകുന്നുണ്ട്. അപ്പോൾ അവിടെ കിട്ടുന്ന വെയിറ്റ് ഇസ് ഈക്വൽ ടു ഫോഴ്സ് വെച്ച് W/2 ഇൻറ്റു ഇവിടുത്തെ ഈ ഒരു ഡിസ്റ്റൻസ് DB, ഈ ഒരു ഡിസ്റ്റൻസ് ആണ് എടുക്കുന്നത്, ഇൻറ്റു DB എന്ന് കിട്ടും. DB. നിങ്ങൾക്ക് ഒരു കർവേച്ചർ കൊണ്ട് ഇരിക്കുന്നതുകൊണ്ട് ഇവിടുത്തെ ലെങ്ത് എത്ര, ആർക്ക് ലെങ്ത് എടുക്കേണ്ടി വരുമോ അങ്ങനെ ഒരു ഡൗട്ട് വന്നു. ബട്ട് ആർക്ക് ലെങ്ത് ഒന്നും വേണ്ട, കാരണം നമ്മുടെ ആ ഒരു സ്ട്രൈറ്റിൽ ഇരിക്കുന്ന സ്ട്രക്ചർ തന്നെയാണല്ലോ അങ്ങോട്ട് പോകുന്നത്. പിന്നെ അതിന് എലോങ്ങേഷൻ അങ്ങനെ വേറെ ഒന്നുമില്ല. അതുകൊണ്ട് എന്ത് എടുത്താൽ മതി? DB എന്ന് എടുത്താൽ മതി. അപ്പോൾ ടോട്ടൽ ലെങ്ത് ആയി L/2 ൽ നിന്ന് X എന്ത് ചെയ്താൽ മതി? കുറച്ചാൽ മതി. അപ്പോൾ ടോട്ടൽ ലെങ്ത് L/2 എന്ന് വെച്ചാൽ CB യുടെ ലെങ്ത് ആണ്. C മുതൽ കണ്ടോ, ഈ C മുതൽ ഈ B വരെയാണ് L/2 എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ ഏകദേശം പകുതിയല്ല, കുറച്ചൊരു കഴിഞ്ഞിട്ട് വരും, പകുതി കഴിഞ്ഞിട്ട് വരും. ഈ ഒരു പോയിന്റ് ആയിട്ട് വരും, D എന്ന പോയിന്റ്. എടുത്താൽ മതി. ഇവിടുത്തെ ഇത് മുതൽ ഇതിലുള്ള ഡിസ്റ്റൻസ് X ആണ്, D വരെയുള്ള ഡിസ്റ്റൻസ്. ദാറ്റ് ഈസ് L/2 മൈനസ് X എന്ന് എടുക്കുമ്പോൾ നമുക്ക് കിട്ടും DB യുടെ ലെങ്ത് അവിടെ കിട്ടും, വിച്ച് ഈസ് ഈക്വൽ ടു W/2 ഇൻറ്റു L/2 മൈനസ് X എന്ന് കിട്ടും. ഓക്കെ, ഇതാണ് നമുക്ക് അവിടെ കിട്ടുന്ന വാല്യൂ. അപ്പൊ ഇനി എന്ത് ചെയ്യാം? ബെൻഡിങ് മൊമെന്റിന്റെ ഇക്വേഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞ സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ദാറ്റ് ഈസ് YI/R എന്നുള്ള കണ്ടീഷൻ, YI/R. ഇനി ഇത് എന്ത് ചെയ്യുന്നു? അറ്റ് ഇക്വിലിബ്രിയം പൊസിഷൻ ആകുമ്പോൾ, അപ്പോൾ ആ ഒരു സ്റ്റെപ്പ് ഓർക്കുക. നിങ്ങൾ ആ ഇക്വിലിബ്രിയം പൊസിഷൻ സ്റ്റെപ്പ് ഓർത്തില്ലെങ്കിൽ നിങ്ങൾക്ക് ബാക്കി ഡെറിവേഷൻ ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്നാലും നമുക്ക് രണ്ട് ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് ഓർത്തിരിക്കുക. ഇക്വിലിബ്രിയം പൊസിഷൻ ആണെങ്കിൽ എന്ത് ചെയ്യും? ബെൻഡിങ് മൊമെന്റും ഡിഫ്ലക്റ്റിംഗ് കപ്പിളും എന്തായിരിക്കും? സെയിം ആയിരിക്കും, അല്ലെങ്കിൽ ഈക്വൽ ആയിരിക്കും. ദാറ്റ് ഈസ് YI/R ഈസ് ഈക്വൽ ടു W/2 ഇൻറ്റു L/2 മൈനസ് X എന്ന് എടുക്കാൻ പറ്റും. ഓക്കെ, ഇനി എന്ത് ചെയ്യാം? 1/R ന് പകരം നേരത്തെ എടുത്ത പോലെ തന്നെയാണ് ബാക്കി എല്ലാ സ്റ്റെപ്പും നേരത്തെ പോലെ തന്നെ. ഇനി ഇന്റഗ്രേഷൻ ഓർമ്മയായിട്ട് നമ്മൾ അവിടെ സോൾവ് ചെയ്യേണ്ടി വരും. അപ്പോൾ സോൾവ് ചെയ്യുമ്പോൾ 1/R ഈസ് ഈക്വൽ ടു d²OI/dx². ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടി വരും. ഓൺ സബ്സ്റ്റിറ്റ്യൂട്ടിങ് ദാറ്റ് ഈസ് d²OI/dx²
dx². അപ്പോൾ നിങ്ങൾക്കൊരു ഈസി എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു ഫസ്റ്റ് സെമസ്റ്ററിൽ ഏതെങ്കിലും 1-2 കാര്യം പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ബാക്കിയെല്ലാം എഴുതാൻ പറ്റും. ഇപ്പോൾ ഈ ഒരു സെക്ഷനിൽ തന്നെ നമ്മൾ ഫസ്റ്റ് ഇപ്പോൾ ഈ ഒരു കാന്റിലിവർ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് യൂണിഫോം ബെൻഡിങ് നോൺ യൂണിഫോം ബെൻഡിങ് ഡെറിവേഷൻ പഠിച്ചു നിൽക്കുക. അതുപോലെ ഓസിലേഷനിലും അവിടെ നമുക്ക് റിസ്റ്റോറിംഗ് ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു -x. ഫോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നെഗറ്റീവ് ഓഫ് ആ ഒരു ഡിസ്പ്ലേസ്മെന്റിന്റെ നെഗറ്റീവ് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, റിസ്റ്റോറിംഗ് ഫോഴ്സ് നെഗറ്റീവ് ഓഫ് ദ ഡിസ്പ്ലേസ്മെന്റ് എഴുതി കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, ആ ഒരു ഇക്വേഷൻ വെച്ചിട്ട് രണ്ടും ഡെറിവേഷൻ അവിടെ പ്രൂവ് ചെയ്യാൻ പറ്റും. ദെൻ അതുപോലെ തന്നെ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദ ബോഡീസ് അവിടെ നമുക്ക് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം പാരലൽ ആക്സിസ് തിയറം പഠിച്ചു കഴിഞ്ഞാൽ അതിൽ കുറെ ഇക്വേഷൻ നമുക്ക് സോൾവ് ചെയ്യാം. അതുപോലെ അവിടെ നമുക്ക് മാസ് ബൈ വോളിയം ഡെൻസിറ്റിയെ കണ്ടുപിടിക്കണം എന്ന കുറച്ച് കണ്ടീഷൻസ് അവിടെ പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു കേസ് കുറച്ച് കാര്യം പഠിച്ചാൽ തന്നെ എന്ത് ചെയ്യാം, ഒരുപാട് എക്സ്പ്രഷൻ നമുക്ക് അവിടെ ഡെറൈവ് ചെയ്യാൻ പറ്റും. മിക്കവരും ഡെറിവേഷൻ ആണ് കൂടുതൽ ചോദിക്കുന്നത് ആ എസ്ഐ ക്വസ്റ്റ്യനിലൊക്കെ ആയാലും. പ്രോബ്ലം തീരെ കാണും, ഇല്ലാന്നല്ല. നമ്മുടെ വേവ്സും അതുപോലെ തന്നെ ഓസിലേഷൻ ആ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് കാണാം. ദെൻ മൊമെന്റ് ഓഫ് ഇനർഷ്യയെ ബന്ധപ്പെട്ട് കാണാം. ഇതൊക്കെയാണ് മെയിൻലി ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. സർഫസ് ടെൻഷന്റെ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ, സർഫസ് ടെൻഷൻ ആ ഒരു എക്സ്പ്രഷൻ ഒക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക. ഞാൻ അത് ക്ലാസ്സിൽ എടുത്താണ് സർഫസ് ടെൻഷൻ. ഇനി നമുക്ക് വിസ്കോസിറ്റി ഉടനെ എടുക്കാവുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. ദാറ്റ് ഈസ്, അപ്പോൾ ഇവിടെ ബാക്കി ശ്രദ്ധിക്കുക. ദാറ്റ് ഈസ് d²y/dx² is equal to എന്ത് കിട്ടും, ഈ yi by എന്ന് പറയുന്നത് ഇപ്പുറത്തോട്ട് വരും. വരുന്ന സമയത്ത് ദാറ്റ് ഈസ് w/2yi into l/2 minus x. l/2 minus x എന്ന് കിട്ടും. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഒന്ന് ഇന്റഗ്രേറ്റ് ചെയ്യണം. ഇന്റഗ്രേഷൻ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ദാറ്റ് ഈസ് ഓൺ ഇന്റഗ്രേറ്റിംഗ് വി ആർ ഗെറ്റിംഗ്, ഇത് മാറ്റാൻ ഇന്റഗ്രേഷൻ കൊടുക്കുന്നത്. ഇന്റഗ്രൽ ഇവിടെ ഇന്റഗ്രൽ ഇവിടെ അത് dy/dx² എന്നായിട്ട് മാറും. dy/dx² ഇല്ല x, which is equal to എന്ത്, ഇവിടെ ഇന്റഗ്രേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന w/2yi lx/2 minus x²/2 plus c1. c1ന്റെ വാല്യൂസ് ഒക്കെ അറിയാലോ, നേരത്തെ പോലെ തന്നെ x 0 ആവുന്ന സമയത്ത് dy/dx 0 ആയിരിക്കും. അപ്പോൾ c1 നോട് വാല്യൂ ഇല്ല, c1 എന്തായിരിക്കും 0 ആയിരിക്കും. ബട്ട് കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ എഴുതാതെ പോലെ, കാരണം ലിമിറ്റിലായി കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ മസ്റ്റ് ആയിട്ട് വേണം. ഓക്കെ, നെക്സ്റ്റ് എന്താ വരുന്നത്, സെക്കൻഡ് ഡെറിവേറ്റീവ് എടുക്കേണ്ടി വരും. ഇപ്പോൾ ഡെറിവേറ്റീവ് എടുത്തതിന് ശേഷമുള്ള ഉത്തരം എഴുതാം. ലാസ്റ്റ് നമുക്ക് ഡെറിവേറ്റീവ് എടുത്തതിന് ശേഷം y is equal to w/2yi into lx²/4 minus x³/6 എന്നായിട്ട് മാറും. ഓക്കെ, ഇതാണ് നമുക്ക് ലാസ്റ്റ് അവിടെ കിട്ടുന്ന ഒയുടെ ഇക്വേഷൻ. ഇനി എലിവേഷന്റെ കണ്ടീഷൻ കൊടുത്താൽ മതി. നേരത്തെ പോലെ തന്നെ ഇവിടെ നമ്മൾ കണ്ടീഷൻസ് അപ്ലൈ ചെയ്യുക. കണ്ടീഷൻ എന്തായിരുന്നു, നമുക്ക് ആ ഡെൽറ്റയുടെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ദാറ്റ് ഈസ് ഡെൽറ്റ y is equal to ഡെൽറ്റ ആവുന്ന സമയത്ത് x എന്തായിരിക്കും, എക്സിന്റെ മാക്സിമം വാല്യൂ ഇപ്പോൾ l/2 ആണ്. കാരണം നമ്മൾ ഒരു സൈഡ് മാത്രമേ കൺസിഡർ ചെയ്തിട്ടുള്ളൂ. എന്ത് കിട്ടും, ദാറ്റ് ഈസ് l/2 എന്ന് കിട്ടും. അപ്പോൾ ഈ l/2 എന്ത് ചെയ്യുക, ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അത് മനസ്സിലായല്ലോ, കാരണം ഈ ലെങ്ത് ഇത് മുതൽ ഇതുവരെ ലെങ്ത് ടോട്ടൽ ലെങ്ത് ആയിരുന്നു L എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് സൈഡിലേക്ക് കൊടുത്ത സമയത്ത് ഒന്ന് l/2 ആയിട്ട് മാറും. അപ്പോൾ അത്രയൊക്കെ ഒന്ന് ഇവിടെ കൊടുക്കുക. എക്സിന്റെ സ്ഥാനത്ത് l/2 ഉം അതുപോലെ തന്നെ ഒയുടെ സ്ഥാനത്ത് ഡെൽറ്റ കൊടുക്കുമ്പോൾ ഡെൽറ്റ ഈസ് ഈക്വൽ ടു നമുക്ക് എലിവേഷൻ ആണ്. എലിവേഷൻ ഇല്ലേ, അല്ല മുകളിലോട്ടല്ലേ പോയിരിക്കുന്നത്. അപ്പോൾ എലിവേഷൻ ആണ്. താഴോട്ട് വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും, ലെവലിൽ താഴോട്ട് വരുന്ന സമയത്താണ് നമ്മൾ അതിന് ഡിപ്രഷൻ എന്ന് പറയുന്നത്. മുകളിലോട്ട് റൈസ് ചെയ്ത് കഴിഞ്ഞാൽ എലിവേഷൻ ആണ്. ഓക്കെ, ഇപ്പോൾ എലിവേഷൻ എന്നാണ് ഡെൽറ്റ പറയുന്നത്. ദാറ്റ് ഈസ് എലിവേഷൻ ഡെൽറ്റ ഈസ് ഈക്വൽ ടു w/2yi into l/4 ഇവിടെ ഉണ്ട്. ബാക്കി എന്ത് വരും, ഇവിടെ x² ആണ്, l²/4 into l²/4 എന്ന് വരും. മൈനസ് ഇവിടെ എന്ത് വരും, x³ അവിടെ നമുക്ക് x³ ഇവിടെ 6 അല്ലേ, ദാറ്റ് ഈസ് 2³ 8 വരും, l³ ഓക്കെ, ദാറ്റ് ഈസ് l/48 എന്ന് വരും, l/48. ഓക്കെ, ഒന്ന് സിംപ്ലിഫൈ ചെയ്യുക. സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് w(l³/48)i എന്ന് കിട്ടും. ഇതാണ് അവിടുത്തെ എലിവേഷന്റെ ഇക്വേഷൻ. ഇനി y യുടെ സ്ഥാനത്ത് നേരത്തെ പോലെ തന്നെ റെക്ടാംഗിൾ ക്രോസ് സെക്ഷൻ ആണെങ്കിൽ അവിടെ bd³ എന്ന വാല്യൂ കൊടുക്കാം. bd³/12. മറ്റാണെങ്കിൽ എന്താണ്, ദാറ്റ് ഈസ് അതൊരു സർക്കുലർ ക്രോസ് സെക്ഷൻ ആണെങ്കിൽ നമുക്ക് അവിടെ 5r⁴/4 എന്നുള്ള വാല്യൂ കൊടുക്കാം. ഈ ഒരു സമയം നമുക്ക് ലാസ്റ്റ് ഇത് കൊടുത്തതിന് ശേഷം നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന റെക്ടാംഗിൾ ക്രോസ് സെക്ഷൻ ആണ്. നമ്മൾ എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്യാനായിട്ട് ലാബിൽ യൂസ് ചെയ്യുന്ന റെക്ടാംഗിൾ ക്രോസ് സെക്ഷൻ ആണ്. അതുകൊണ്ട് തന്നെ റെക്ടാംഗിൾ ക്രോസ് സെക്ഷൻ ഇക്വേഷൻ വെച്ചിട്ടൊരു ഡെറിവേഷൻ ഉണ്ട്. ദാറ്റ് ഈസ് w(l³/4)y(bd³). അവിടെ ഡിവൈഡ് ബൈ 12 വരും. അപ്പോൾ 12ഉം 14 ഒക്കെ ക്യാൻസൽ ചെയ്ത് പോയിട്ടാണ് നമുക്ക് അവിടെ 4 വരുന്നത്. 4 വരും, 4y(d³) into ഡെൽറ്റ എന്നിട്ട്. ഇതാണ് അവിടുത്തെ യങ്സ് മോഡുലസ് ഡിറ്റർമിൻ ചെയ്യേണ്ട ഇക്വേഷൻ. ആ ഒരു യൂണിഫോം ബെൻഡിങ്ങിൽ യൂസ് ചെയ്യുന്ന മെറ്റീരിയലിൽ യങ്സ് മോഡുലസ് ഡിറ്റർമിൻ ചെയ്യേണ്ട യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ആണ് y is equal to w(l³/4y(bd³) into ഡെൽറ്റ എന്ന് കിട്ടുന്നത്. ഓക്കെ,
അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഈ ഒരു നോൺ യൂണിഫോം ബെൻഡിങ്ങിന്റെ കേസിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. യൂണിഫോം ബെൻഡിങ്. അപ്പോൾ യൂണിഫോം ബെൻഡിങ്ങിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ് വരുന്നത്? ദാറ്റ് ഈസ് നമുക്ക് രണ്ട് നൈഫ് എഡ്ജസ് കാണും. രണ്ട് നൈഫ് എഡ്ജ് കാണാം. ഇത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ബീം വയ്ക്കും. അത് നമ്മൾ വെയിറ്റ് രണ്ട് സൈഡിലായിരിക്കും ഹാങ് ചെയ്യുന്നത്. ഈ ഒരു പോയിന്റിൽ വെയിറ്റ് ഹാങ് ചെയ്യും, ഈ ഒരു പോയിന്റിൽ എന്ത് ചെയ്യും? വെയിറ്റ് ഹാങ് ചെയ്യും. അപ്പോൾ നമുക്ക് മുകളിലോട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്? ഇവിടെ എലിവേഷൻ വരുന്ന ഈ ഒരു മുകളിലത്തെ പോയിന്റിലോട്ടായിരിക്കും. ഇവിടെ നമുക്ക് മാർക്കിങ്സ് ചെയ്യണം. ദാറ്റ് ഈസ് നമ്മൾ വെയിറ്റ് അറ്റാച്ച് ചെയ്ത പോയിന്റ് എ ആണ്. ദെൻ ഇവിടെ നമ്മൾ ഈ ഈ നൈഫ് എഡ്ജിൽ ഇരിക്കുന്ന ആ ഒരു പോയിന്റ് അവിടെ സി എന്ന് പറയുവാണ്. ദെൻ ഈ ഒരു പോയിന്റ് അവിടെ ഡി ആണ്. ആൻഡ് ദിസ് ഈസ് ദ പോയിന്റ് ബി. ഇവിടെ അതേ ഡിസ്റ്റൻസ് ഇവിടെ നമ്മളൊരു ഇ എന്ന് പറയുന്ന പോയിന്റ് കൺസിഡർ ചെയ്യുന്നുണ്ട്. ഇവിടെ അതുപോലെ സെന്റർ ഒ ആണ്. അപ്പോൾ ഈ നൈഫ് എഡ്ജുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഇവിടെ നമ്മൾ എൽ എന്നാണ് എടുക്കുന്നത്. നൈഫ് എഡ്ജുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് അവിടുത്തെ എൽ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് എടുക്കാം കൺസിഡർ എനി പോയിന്റ് ഇ ബിറ്റ്വീൻ എ ആൻഡ് ഒ. അപ്പോൾ എയിൽ നിന്നും ഒയിൽ നിന്നും ഞാൻ ഒരു ഇ എന്ന് പറയുന്ന പോയിന്റ് ജസ്റ്റ് കൺസിഡർ ചെയ്യണം. ഈ പോയിന്റ് ഞാൻ ജസ്റ്റ് ഒരു പോയിന്റ് ഇവിടെ കൺസിഡർ ചെയ്യുന്നു. ആൻഡ് ഫോഴ്സസ് ആക്ടിങ് ഓൺ ദിസ് സെക്ഷൻ എ ആർ ഡബ്ല്യു അറ്റ് എ വെർട്ടിക്കലി ഡൗൺവേർഡ് ആൻഡ് ദ ഡബ്ല്യു ആക്ടിങ് അറ്റ് സി അപ്വേർഡ്. അതായത് ഈ സി എന്ന് പറയുന്ന പോയിന്റ്, എ എന്ന് പറയുന്ന പോയിന്റിലെ ഡൗൺവേർഡ് ഫോഴ്സും ഈ സി എന്ന് പറയുന്ന പോയിന്റിൽ എന്ത് ചെയ്യുന്നു? ഒരു റെസ്റ്റോറിംഗ് ഫോഴ്സ് മുകളിലോട്ട് ആക്ട് ചെയ്യുന്നു. കാരണം അവർക്ക് സ്ട്രക്ചർ നോക്കുമ്പോൾ അറിയാം ഇത് ഡൗൺവേർഡ് ഫോഴ്സ് ആണ്. ഇങ്ങോട്ട് എന്ത് ചെയ്യുന്നു? ഒരു റെസ്റ്റോറിംഗ് ഫോഴ്സ് ഇങ്ങനെ മുകളിലോട്ട് ആക്ട് ചെയ്യുന്നു. അപ്പോൾ ജസ്റ്റ് ഒരു ഓർബിട്രറി ആയിട്ട് നമ്മളിവിടെ ഏതെങ്കിലും പോയിന്റ് ഇവിടെ കൺസിഡർ ചെയ്യുക. നമ്മളിവിടെ എടുക്കുന്ന സമയത്ത് 12 സെന്റിമീറ്റർ അങ്ങനെയാണ് എടുക്കുന്നത് എക്സ്പെരിമെന്റ് ചെയ്യുന്ന സമയത്ത്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം ഇവിടെ ഇ എന്ന് പറയുന്ന പോയിന്റ് നമ്മൾ എടുക്കുന്നത്. നൈഫ് എഡ്ജും ഇത് നമ്മുടെ ഡിസ്റ്റൻസ്, നൈഫ് എഡ്ജും ഈ ഒരു വെയിറ്റ് ഹാങ് ചെയ്യുന്ന പോയിന്റ് ആയിട്ട് ഡിസ്റ്റൻസ് നമ്മുടെ പി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ലാബിലുണ്ടെന്ന് തോന്നുന്നു. പി എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഡിസ്റ്റൻസ്. ഓക്കെ, അപ്പോൾ സം ഓഫ് ദ മൊമെന്റ് ഓഫ് ദ ടു ഫോഴ്സസ് അബൌട്ട് ഇ. അപ്പോൾ ഈ എ എന്ന് പറയുന്ന ഇ എന്ന് പറയുന്ന പോയിന്റിൽ ആക്ട് ചെയ്യപ്പെടുന്ന രണ്ട് ഫോഴ്സസ് ഏതാണ്? വെയിറ്റ് ഇൻറ്റു ഈ ഒരു ഡിസ്റ്റൻസ് എ ഇ, ആ ഒരു ഡിസ്റ്റൻസും ഉണ്ട്. അതായത് ഇ എന്ന് പറയുന്ന പോയിന്റിൽ ആക്ട് ചെയ്യപ്പെടുന്ന ടോട്ടൽ ഫോഴ്സസ് ഡബ്ല്യു ഇൻറ്റു എ ഇ, ഡൗൺവേർഡ് ആക്ട് ചെയ്യുന്ന ആ ഒരു ഫോഴ്സ് എ എന്ന് പറയുന്ന ഫോഴ്സ് മൈനസ് ഡബ്ല്യു ഇൻറ്റു സി ഇ. ഇത് കാരണം തിരിച്ചൊരു ഫോഴ്സ് മുകളിലോട്ട് ആക്ട് ചെയ്യുന്നു പറഞ്ഞല്ലോ. അപ്പോൾ ആ ഒരു ഡൗൺവേർഡ് ഫോഴ്സും അപ്വേർഡ് ഫോഴ്സും എന്ത് ചെയ്യുന്നു? ഇ എന്ന് പറയുന്ന പോയിന്റ് ടോട്ടൽ അവിടെ ആക്ട് ചെയ്യുന്നു. അപ്പോൾ രണ്ട് ഫോഴ്സിന്റെ കോമ്പിനേഷൻ ആയിട്ട് എന്ത് ചെയ്യുന്നത്? ഇ എന്ന് പറയുന്ന പോയിന്റിൽ അവിടെ നിൽക്കുന്നത്. ദാറ്റ് ഈസ് നമുക്ക് എന്ത് ചെയ്യാം? മൊമെന്റ് ഡ്യൂ ടു ദ എക്സ്റ്റേണൽ കപ്പിൾ. എക്സ്റ്റേണൽ കപ്പിൾ കാരണം ആ ഒരു മൊമെന്റ്. അപ്പോൾ പി എന്ന് വെച്ചാൽ ഈ ഒരു ഡിസ്റ്റൻസ് ആണ്. ഡിസ്റ്റൻസ് അവിടെ പി എന്ന് മാർക്ക് ചെയ്യുന്നത്. പി ഇവിടുത്തെ ഡിസ്റ്റൻസ് പി ആയിരിക്കും. ഇവിടെ മൊമെന്റ് ഡ്യൂ ടു എക്സ്റ്റേണൽ കപ്പിൾ കാരണം അവിടെ കിട്ടുന്ന മൊമെന്റ് വിച്ച് ഈസ് ഈക്വൽ ടു ഡബ്ല്യു ഇൻറ്റു എ. അപ്പോൾ നേരത്തെ പഠിച്ച ചെറിയൊരു വ്യത്യാസമുണ്ട് ഇവിടെ, ആ കാര്യം നോക്കിയെടുക്കുക. മൈനസ് സി ഇ വിച്ച് ഈസ് ഈക്വൽ ടു ഡബ്ല്യു ഇൻറ്റു പി എന്നിട്ട്. കാരണം എ ഇ മൈനസ് സി എന്താണ്? ഇത് എ ഇ മൈനസ് സി, അത് ഈ ഒരു ഡിസ്റ്റൻസ് ആണ്. നമ്മുടെ ഈ നൈഫ് എഡ്ജും ഈ ഒരു വെയിറ്റ് ഹാങ് ചെയ്തിരിക്കുന്ന പോയിന്റ്, മാസ് എം ഹാങ് ചെയ്തിരിക്കുന്ന പോയിന്റ് ഒരു ഡിസ്റ്റൻസ് ആണ് ഇവിടെ നമുക്ക് പി എന്ന് പറയുന്നത്. നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്യും, നമ്മളോട് പ്രത്യേകിച്ച് മെൻഷൻ ചെയ്യും. അവിടെ 12 എന്നോ 10 എന്നോ അങ്ങനെ എന്തോ നമ്മളോട് മെൻഷൻ ചെയ്യും. ഓക്കെ, അതാണ് ഡബ്ല്യു ഇൻറ്റു പി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു വെയിറ്റ് ഇൻറ്റു ആ ഒരു ഡിസ്റ്റൻസ് ചെയ്യുന്ന നമുക്ക് എന്ത് കിട്ടും? മൊമെന്റ് ഡ്യൂ ടു ദ എക്സ്റ്റേണൽ കപ്പിൾ എന്ന് കിട്ടും. നമ്മൾ നേരത്തെ ആ ഒരു കേസ് ഡയറക്റ്റ് എടുത്തിരുന്ന ആ ഒരു ഡിസ്റ്റൻസ് അതുപോലെ. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? എക്സ്റ്റേണൽ കപ്പിൾ വിച്ച് ഈസ് ഈക്വൽ ടു ഇന്റേണൽ ബെൻഡിങ് മൊമെന്റ് എന്ന് എടുക്കാൻ പറ്റും. external couple which is equal to internal bending moment. Internal bending moment is equal to external couple. രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യുക. എക്സ്റ്റേണൽ കപ്പിൾ അവിടെ നമുക്ക് WP ആണ് is equal to YI/R എന്ന് കിട്ടും. YI/R എന്ന് കിട്ടും. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഇന്റഗ്രേഷൻ ചെയ്ത് കൂടെ അല്ലെങ്കിൽ ആ d square y/dx square നമ്മൾ എടുക്കണ്ട. ഇവിടെ നമ്മൾ എടുക്കാൻ പോകുന്ന ഈ ഒരു ഫിഗറിന് എന്ത് ചെയ്യാം? ഒരു സർക്കിൾ ആയിട്ട് കൺസിഡർ ചെയ്യുക. കൺസിഡർ ദിസ് ഫിഗർ ടു എ സർക്കിൾ. ഇന്റേണലിന്റെ നമ്മൾ പറയാം. ഇന്റേണൽ കപ്പിളിന്റെ ഇതാണോ? അതെ. ഓക്കെ, നോക്കാൻ പോകുന്ന ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു? എക്സ്റ്റേണൽ കപ്പിളിന്റെ റീസൺ എടുത്തു. എക്സ്റ്റേണൽ കപ്പിൾ നമുക്ക് ഈ ഒരു ഡബ്ല്യു ഇൻറ്റു ഈ പി എന്ന് പറയുന്ന രീതിയിൽ വരണം. അതിന് എന്ത് ചെയ്തു? എക്സ്റ്റേണൽ കപ്പിൾ ഇ എന്ന് പറയുന്ന പോയിന്റിൽ ആക്ട് ചെയ്യപ്പെടുന്ന കപ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഡബ്ല്യു ഇൻറ്റു എ, ഡബ്ല്യു ഇൻറ്റു ഈ ഒരു ഡിസ്റ്റൻസ് എ ഇ എന്ന ഡിസ്റ്റൻസ് മൈനസ് ഡബ്ല്യു ഇൻറ്റു സി. അതായത് ഇവിടെ ഈ ഒരു ഫോഴ്സ് കണ്ടല്ലോ, ഇവിടെ ഈ വരുന്ന ഈ ഒരു ഇത്രയും ദൂരമാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഇവിടെ ഇ എന്ന് പറയുന്ന പോയിന്റ് ശരിക്കും അവിടെ
ആ ഒരു കപ്പിൾ ഫോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഇവിടെ കിട്ടുന്ന ഇത്രയും ഫോഴ്സ്. അപ്പോൾ അതിന്റെ റിലേഷൻ ആണ് ഈ എഴുതിയിരിക്കുന്നത്. ഈസ് ഈക്വൽ ടു ഡബ്ല്യു ഇൻറ്റു എ ഇ മൈനസ് ഡബ്ല്യു ഇൻറ്റു സി എന്ന് എഴുതിയിട്ടുണ്ട്. ദെൻ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ദാറ്റ് ഈസ് ഈക്വൽ ടു ഡബ്ല്യു ഇൻറ്റു എ ഇ മൈനസ് സി എന്ന് എഴുതാൻ പറ്റും. എ ഇ മൈനസ് സി. എ ഇ ഡിസ്റ്റൻസ് വെച്ചാൽ ഇതാണ്. ഇത് മുതൽ ഇതുവരെ എ ഇയും അടുത്ത് ഇത് മുതൽ ഇതുവരെയാണ് സി ഇ. അപ്പോൾ നമ്മൾ എ ഇ മൈനസ് സി ചെയ്യുമ്പോൾ എന്ത് കിട്ടും? നമുക്ക് ഈ ഒരു ഡിസ്റ്റൻസ് കിട്ടും. അത് അവിടെ എന്താണ്? പി ആണ്. ആ പി നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്ന വാല്യൂ ആണ് പി എന്ന് പറയുന്ന വാല്യൂ. നൈഫ് എഡ്ജും വെയിറ്റുമായിട്ടുള്ള ഡിസ്റ്റൻസിന് പി എന്ന് പറയുന്നത് ഡബ്ല്യു ഇൻറ്റു പി എന്ന് കിട്ടും. ഇനി നമ്മൾ നേരത്തെ എടുത്ത റിലേഷൻ തന്നെയാണ്. നമുക്ക് ഇതിപ്പോ എക്സ്റ്റേണൽ കപ്പിളാണ്. എക്സ്റ്റേണൽ കപ്പിളിന്റെ വാല്യൂ ആണ് ഈ കിടക്കുന്ന ഡബ്ല്യു പി എന്ന് പറയുന്നത്. ഇനി ഇന്റേണൽ ബെൻഡിങ് മൊമെന്റ് എന്താണ്? ഇന്റേണൽ ബെൻഡിങ് മൊമെന്റ് നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പഠിച്ച പോലെ അത് OI/R ആണ്. ഇനി ഇതിപ്പോ രണ്ടും ഇക്വിലിബ്രിയം പൊസിഷനിൽ ആവുന്ന സമയത്ത് എന്താവും? ഇക്വേഷൻ 1ഉം ഇക്വേഷൻ 2ഉം അവിടെ എന്തായിട്ട് മാറും? ഇക്വിവലന്റ് ആയിട്ട് മാറും. രണ്ടും ഇക്വിലിബ്രിയം പൊസിഷനിൽ ആവുന്ന സമയം, ഇക്വിലിബ്രിയം ആവുന്ന കണ്ടീഷനിൽ മാത്രം. ദാറ്റ് ഈസ് WP ഈസ് ഈക്വൽ ടു OI/R എന്നായിട്ട് മാറും. കണ്ടോ? W ഈസ് ഈക്വൽ ടു OI/R. ഇതാണ് ഇക്വിലിബ്രിയം പൊസിഷൻ എന്ന് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ തൊട്ട് മുന്നത്തെ ഡെറിവേഷനിൽ ഇതുപോലെ ഡെറിവേഷൻ എടുത്തിരുന്നു. ഇതുപോലത്തെ സ്റ്റെപ്പ് എടുത്തു. ഇക്വിലിബ്രിയം പൊസിഷൻ ആവുന്ന സമയത്ത് ഇന്റേണൽ ബെൻഡിങ് മൊമെന്റും എക്സ്റ്റേണൽ ബെൻഡിങ് മൊമെന്റും എന്തായിരിക്കും? ഈക്വൽ ആവും നമ്മളിവിടെ പറഞ്ഞു. ഇനി ഇവിടെ നമുക്ക് ഈ 1/R വാല്യൂ നമുക്ക് അവിടെ ഡിറ്റർമിൻ ചെയ്യണം. ആറിന്റെ വാല്യൂ ഡിറ്റർമിൻ ചെയ്യണം. അപ്പോൾ അതാണ് ഞാൻ നെക്സ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് ഇവിടെ നേരത്തെ നമ്മൾ എന്ത് ചെയ്യും? 1/R ഈസ് ഈക്വൽ ടു d² y/dx² എന്നൊരു കണ്ടീഷൻ കൊടുത്താണ് എടുത്തത്. ബട്ട് നമുക്ക് ഇവിടെ അങ്ങനെ എടുക്കാൻ പറ്റില്ല. ഇവിടെ നമ്മൾ എലിവേഷൻ ആണ് നോക്കുന്നത്. ഈ സെന്റർ പോയിന്റിന്റെ എലിവേഷൻ ആണ് നമ്മളിവിടെ മെഷർ ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ഒരു പോയിന്റിന്റെ എലിവേഷൻ ഇത് ശരിക്കും ഇങ്ങനെ നേരെ ഇരിക്കേണ്ടതായിരുന്നു. ബട്ട് എന്ത് ചെയ്തു? രണ്ട് സൈഡിൽ ഞാൻ ബെൻഡിങ് കൊടുത്ത കാരണം ഇത് എലിവേറ്റഡ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എലിവേഷന്റെ വാല്യൂ ആണ് ഡിറ്റർമിൻ ചെയ്യേണ്ടത്. അതിനായിട്ട് എന്താ ഈ ഇരിക്കുന്ന ആർക്കിനെ ആണല്ലോ, ഈ ഒരു ആർക്ക് ഇതിനെ ഞാൻ എന്ത് ചെയ്യും? ഒരു സർക്കിൾ ആയിട്ട് കൺസിഡർ ചെയ്യും. സർക്കിളിന്റെ ഒരു പാർട്ടായിട്ട് കൺസിഡർ ചെയ്യണം. ഞാൻ അതൊന്നും ഇവിടെ മാറ്റി വരയ്ക്കുവാണ്. ഇതാണ് ആ പോർഷൻ. ഇതാണ് ആ പോർഷൻ. അതിന്റെ ടോട്ടൽ ലെങ്ത് എത്രയാണ്? ടോട്ടൽ ലെങ്ത് ഈ ആർക്കായിരുന്ന ടോട്ടൽ ലെങ്ത് അവിടെ എനിക്കവിടെ L ആണ്. ടോട്ടൽ ലെങ്ത് L ആണ്. അപ്പോൾ ഞാൻ ഇവിടെ സെന്ററിൽ വെച്ച് എന്ത് ചെയ്യും? ഇതിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും. ആ എലിവേഷൻ സംഭവിച്ചു എന്ന് പറഞ്ഞ പോയിന്റിൽ വെച്ച് ഞാൻ എന്ത് ചെയ്യുന്നു? അതിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പൊ ഇത് ശരിക്കും നേരെ ഇരുന്നുവെങ്കിൽ ഇതിങ്ങനെ ഇരിക്കേണ്ട ഒരു ബീം അതെന്തിരിക്കുന്നു? അല്പം ഒന്ന് വളഞ്ഞിരിക്കുന്നു. അപ്പൊ ഇവിടെയാണ് എന്ത് വരുന്നത്? ഇത്രയാണ് അത് എലിവേഷൻ എന്ന് പറയുന്നത്. ഈ ഒരു ഡിസ്റ്റൻസിന് അവിടുത്തെ എലിവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യം നോക്കുക. ഈ ഫിഗർ ഒന്ന് കുറച്ച് ഷോർട്ട് ചെയ്ത് വരച്ചാൽ മതി കേട്ടോ. സർക്കിൾ അല്ലെങ്കിൽ വലുതാക്കിയിട്ട് വരും. ഓക്കെ, അപ്പൊ ഇങ്ങനെ വരും. ഇത്രയാണ് അവിടുത്തെ വരുന്ന വാല്യൂസ്. L രണ്ട് സൈഡിൽ എന്ത് ചെയ്യണം? ഇത് L/2 ആണ്. അതുപോലെ ഇതും അവിടെ L/2 ആണ്. അപ്പൊ ഇത്രയും രണ്ട് വാല്യൂസ് എടുത്തു. ഇനി ഇവിടെ ഇത് CD, ഇത് ഈ C എന്ന് പറയുന്ന പോയിന്റ് നൈഫ് വെച്ച് ടച്ച് ചെയ്തിരിക്കുന്ന പോയിന്റ് ഇത് ഇവിടുത്തെ D എന്ന് പറയുന്ന പോയിന്റ് ഈ നൈഫ് വെച്ച് ടച്ച് ചെയ്തിരിക്കുന്ന പോയിന്റ്. അപ്പൊ ഇതാണ് ആ എലിവേഷൻ പറ്റി നിൽക്കുന്ന പോയിന്റ് O എന്ന് പറയുന്നത്. ഇനി എന്ത് ചെയ്യാം? എനിക്ക് R ആണ് വേണ്ടത്. R ഏതാണ്? അവിടുത്തെ റേഡിയസ് ആണ്. ഈ ഒരു റേഡിയസ്. അപ്പൊ റേഡിയസ് എന്തായിരിക്കും? ഇത് മുതൽ ഇതുവരെയുള്ള ഡിസ്റ്റൻസ് ആണ് ആ റേഡിയസ് എന്ന് പറയുന്നത്. എനിക്ക് ആ റേഡിയസിന്റെ വാല്യൂ ഇവിടെ വേണം. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുകയാണ്. ഈ പോയിന്റ് ഞാൻ F എന്ന് എടുക്കുന്നു. ഈ മിഡിൽ പോയിന്റിന്, ഈ ഒരു മീറ്റിംഗ് ഉള്ള പോയിന്റിന് ഞാൻ എന്ത് ചെയ്തു? F എന്ന് എടുക്കുകയാണ്. ഈ സെന്റർ പോയിന്റ് ഞാൻ T എന്ന് എടുക്കുകയാണ്. അപ്പൊ ഇതിനു വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? പൈതഗോറസ് തിയറം വെച്ചിട്ടാണ് നമ്മൾ ഇവിടെ ആറിന്റെ വാല്യൂ ഡിറ്റർമിൻ ചെയ്യാൻ പോകുന്നത്. പൈതഗോറസ് തിയറം വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? ആറിന്റെ വാല്യൂ അവിടെ ഡിറ്റർമിൻ ചെയ്യും. അപ്പൊ ഇതൊരു ആർക്കിന്റെ പാർട്ടാണെന്ന് ആദ്യം കൺസിഡർ ചെയ്യുക. എന്നാൽ മാത്രമേ നമുക്ക് ഈ കൺസെപ്റ്റ് ഇവിടെ എടുക്കാൻ പറ്റത്തുള്ളൂ. ദാറ്റ് ഈസ് കൺസിഡർ ട്രയാങ്കിൾ. ദാറ്റ് ഈസ് ട്രയാങ്കിൾ TFD. നിങ്ങൾ ടെക്സ്റ്റിൽ ഈ സ്റ്റെപ്പ് അല്ല കിടക്കുന്നത്. ടെക്സ്റ്റിൽ വേറെ സ്റ്റെപ്പാണ് കിടക്കുന്നത്. ഞാൻ ഇപ്പോൾ പറയുന്ന പൈതഗോറസ് തിയറം വെച്ച് ഡയറക്റ്റ് ആയിട്ട് എടുക്കുന്ന സ്റ്റെപ്പാണ്. ഓക്കെ, ടെക്സ്റ്റിൽ കിടക്കുന്ന സ്റ്റെപ്പ് കുറച്ച് ചുറ്റിയാണ് നടക്കുന്നത്. അത് നോക്കട്ടെ. ജസ്റ്റ് ഈ ഒരു സ്റ്റെപ്പ് ഒന്ന് നോക്കുക. ദാറ്റ് ഈസ് ഡെൽറ്റ TFD ഈസ് ഈക്വൽ ടു പൈതഗോറസ് തിയറം അനുസരിച്ച് നമുക്ക് എന്തെടുക്കാം? ഇതാണ് ഹൈപ്പോട്ന്യൂസ് സ്ക്വയർ ആണല്ലേ. R എന്ന് പറയുന്ന ഈ വാല്യൂ ആണ് അവിടുത്തെ എന്ത്? ഹൈപ്പോട്ന്യൂസ് സ്ക്വയർ. ദാറ്റ് ഈസ് ഇത് ഹൈപ്പോട്ന്യൂസ് സ്ക്വയർ, ഇത് ബേസ്, ഇത് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ഇത്രയും നമുക്ക് എടുക്കാൻ പറ്റും. ദാറ്റ് ഈസ് hypotenuse square R square is equal to L/2 the whole square. ബേസ് സ്ക്വയർ എന്താണ്? L/2. കാരണം ഈ ഒരു ഡിസ്റ്റൻസ് L/2 ആണ്. പകുതിയേ ഉള്ളൂ. Lന്റെ ഹാഫ് L/2 the whole square പ്ലസ് ഈ ഒരു ഡിസ്റ്റൻസിനെ എങ്ങനെ എടുക്കാം? ദാറ്റ് ഈസ് ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഇതും റേഡിയസ് അല്ലേ? ഈ ഒരു സർക്കിളിന്റെ റേഡിയസ് അല്ലേ ഇതെന്ന് പറയുന്നത്? ഈ ടോട്ടൽ ലെങ്ത് എന്ന് വെച്ചാൽ ഇവിടെ എന്താണ്? റേഡിയസ് ആണ്. ശരിക്കും ഈ പോയിന്റ് തൊട്ട് ഇത് തൊട്ട് ഇതുവരെ അതിന്റെ റേഡിയസ് തന്നെയാണ്. ഇതൊട്ട് ഇതുവരെ റേഡിയസ് പോലെയാണ് ഇതൊട്ട് ഇതുവരെ റേഡിയസ്. ബട്ട് എനിക്കിപ്പോൾ റേഡിയസ് മൊത്തത്തിൽ ഉണ്ടോ? ഇവിടെ ഇല്ല. ഇത്രയും പോർഷൻ ഡെൽറ്റയാണ്. ഇത്രയും പോർഷൻ ടോട്ടൽ R ആണ്.
അപ്പോൾ എനിക്ക് ഇവിടെ ഈ ഒരു സൈഡ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയറിന് പകരം എങ്ങനെ എടുത്താൽ മതി? ദാറ്റ് ഈസ് ആർ മൈനസ് ഡെൽറ്റ ഹോൾ സ്ക്വയർ എന്ന് അവിടെ എടുത്താൽ മതി. ആർ മൈനസ് ഡെൽറ്റ ദ ഹോൾ സ്ക്വയർ എന്ന് ചെയ്താൽ മതി, എടുത്താൽ മതി. കാരണം ഇത് ടോട്ടൽ ഡിസ്റ്റൻസ് ആണ് 6. അതിൽ നിന്ന് എനിക്ക് 6 മൊത്തം ഇല്ല, ഈ ഡെൽറ്റ എന്ത് ചെയ്യണം? കുറച്ച് കളയണം. അതാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്യുക. ഇസ് ഈക്വൽ ടു L/2 ദ ഹോൾ സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ, എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ. ഓക്കെ, ഇതെല്ലാം എക്സ്പാൻഷൻ ഡെൽറ്റ സ്ക്വയർ എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാൻ പറ്റുന്ന ടേംസിനെ ക്യാൻസൽ ചെയ്യുക. ഇവിടെ ഒരു ആർ സ്ക്വയർ ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ ആർ സ്ക്വയറും ഈ ആർ സ്ക്വയർ എന്ത് ചെയ്യും? ക്യാൻസൽ ആയി പോകും. ബാക്കി നമുക്ക് ഇവിടെ കിട്ടുന്ന വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു -2 ആർ ഇപ്പുറത്ത് കൊണ്ടുവരിക. അത് 2r ഡെൽറ്റ മൈനസ് ഡെൽറ്റ സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു ഇവിടെ L/2 ഹോൾ സ്ക്വയർ നമുക്ക് കിട്ടും L²/4 എന്ന് കിട്ടും. ഓക്കെ, ഇതാണ് നമുക്ക് ഇവിടെ കിട്ടുന്ന റിലേഷൻ. അപ്പോൾ ഇതിൽ നിന്നും ഈ ഒരു ഡെൽറ്റ സ്ക്വയർ, ഡെൽറ്റ എന്ന് വെച്ചാൽ എലിവേഷൻ ആണ്. അപ്പോൾ നിങ്ങൾ എക്സ്പെരിമെന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കും ഈ ഡെൽറ്റ എലിവേഷൻ വെച്ചാൽ തീരെയും ചെറിയ വാല്യൂസ് ആണ്. നമുക്ക് ഒരുപാട് എന്ത് ചെയ്യില്ല, എലിവേഷൻ ആയിട്ട് വരുന്നില്ല നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ തീരെയും ചെറിയ വാല്യൂ ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അതിന്റെ സ്ക്വയർ ടേം നമുക്ക് അവിടെ നെഗ്ലക്ട് ചെയ്യാം. ഓക്കെ, സ്ക്വയർ ടേം ഞാൻ അവിടെ നെഗ്ലക്ട് ചെയ്യാണ്. സിൻസ് ഡെൽറ്റ സ്ക്വയർ ഇസ് വെരി സ്മോൾ, സിൻസ് വി ക്യാൻ നെഗ്ലക്ട് ദ ഡെൽറ്റ സ്ക്വയർ നെഗ്ലക്ട് ചെയ്യുക. നെഗ്ലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് കിട്ടുന്ന ആൻസർ ദാറ്റ് ഈസ് 2r ഡെൽറ്റ വിച്ച് ഈസ് ഈക്വൽ ടു L²/4 എന്ന് കിട്ടും. അതുപോലെ r ഈസ് ഈക്വൽ ടു L²/8 ഡെൽറ്റ എന്ന് കിട്ടും. ഓക്കെ, ഇതാണ് നമുക്ക് അവിടെ കിട്ടുന്ന ആറിന്റെ വാല്യൂ. ആറിന്റെ വാല്യൂ കിട്ടി കഴിഞ്ഞു. ഇനി ആറിന്റെ വാല്യൂ കിട്ടി എന്ത് ചെയ്താൽ മതി? ഡയറക്റ്റ് ആയിട്ട് ഇവിടെ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. ആറിന്റെ വാല്യൂ ആയിട്ടുണ്ട് ആ ഒരു കർവേച്ചർ വാല്യൂ. ദാറ്റ് ഈസ് ഇവിടെ തന്നെ ഡെൽറ്റ ഒക്കെ ഉണ്ട്, ഈ ഇക്വേഷനിൽ ഡെൽറ്റ ഉണ്ട്. ഒന്ന് അറേഞ്ച് ചെയ്തെടുക്കുന്ന കാര്യം മാത്രമേ ഉള്ളൂ. ഓക്കെ, അറേഞ്ച് ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോൾ അറേഞ്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന വാല്യൂ ദാറ്റ് ഈസ് ഡെൽറ്റ ഈസ് ഈക്വൽ ടു WP ഇൻറ്റു L² ഇൻറ്റു 12 ഡിവൈഡ് ബൈ 8YB d³ എന്ന് കിട്ടും. 8YB d³ എന്ന് കിട്ടും. ആൻഡ് W ന്റെ വാല്യൂ W is equal to mg ആണ്. ഓക്കെ, W is equal to mg ആണ്. അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അവിടെ y യുടെ വാല്യൂല് ഇവിടെ y എന്ന സ്ഥാനത്ത് ഞാൻ b d³ എന്ന് കൊടുക്കും. കാരണം യൂസ് ചെയ്ത റെക്ടാംഗുലർ ക്രോസ് സെക്ഷൻ ആണെന്ന് വെച്ചിട്ടാണ് b d³ ഡയറക്റ്റ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും എന്ത് കിട്ടും? യൂണിഫോം ബെൻഡിങ്ങിന്റെ കേസിലുള്ള എലിവേഷന്റെ ഇക്വേഷൻ ആയി കഴിഞ്ഞു. ഓക്കെ, okay. First question, a wire of length 15 meter and diameter 4 millimeter along a 0.3 millimeter when stretched by a weight of 2.2 kilogram. Calculate the Young's modulus of the material of the wire. അതായത് നമുക്ക് തന്നിട്ടുള്ള ആ ഒരു വയറിന്റെ Young's modulus ഡിറ്റർമിൻ ചെയ്യാനാണ്. അപ്പോൾ Young's modulus is equal to നമുക്ക് ഇക്വേഷൻ ഉള്ളത് FL/AL എന്ന് പറഞ്ഞിട്ട്. നമ്മൾ Young's modulus എന്താണ്? ലീനിയർ സ്ട്രെസ് ബൈ ലീനിയർ സ്ട്രെയിൻ ആണ് Young's modulus എന്ന് പറയുന്നത്. അപ്പോൾ സ്ട്രെസ് ബൈ സ്ട്രെയിൻ ഇക്വേഷൻ നമ്മൾ എഴുതിയിട്ടുള്ളത് F/A ഇൻറ്റു L/L, ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത്. അപ്പോൾ ആ ഒരു ഇക്വേഷൻ ഡയറക്റ്റ് തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ വാല്യൂസ് എല്ലാം തന്നിട്ടുണ്ട്. ഒറിജിനൽ ലെങ്ത് എത്രയും തന്നിട്ടുണ്ട്. ഒറിജിനൽ ലെങ്ത് ക്യാപിറ്റൽ L ആണ്, 15 മീറ്റർ ആയിരുന്നു. ഡയമീറ്റർ തന്നിട്ടുണ്ട്. ഡയമീറ്റർ നമുക്ക് അവിടെ ഏരിയ വേണം. ഏരിയ πr² ആണ്. കാരണം അവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ സർക്കുലർ ഡയമീറ്റർ പറഞ്ഞാൽ എന്താണ്? സർക്കുലർ ഇതായിരിക്കും ഡയമീറ്റർ പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് അവിടെ BD³ അങ്ങനെ എന്തെങ്കിലും റോഡോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ BD³ എന്ന രീതിയിൽ നമുക്ക് ഇക്വേഷൻ വരും. ഇവിടുത്തെ ഏരിയ ഈസ് ഈക്വൽ ടു πr² ആണ്. അപ്പോൾ mg L/πr² എന്ന് കിട്ടും. ഫോഴ്സിന്റെ ഇക്വേഷൻ mg ആണ്. ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഉണ്ട്, കാരണം ഡൗൺവേർഡ് അല്ലേ എലോങ്ങേറ്റ് ചെയ്യും, അതുകൊണ്ടാണ്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? ഡയറക്റ്റ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക വാല്യൂസ് എല്ലാം. ഇവിടെ വേറെ നോക്കാനൊന്നുമില്ല. ബട്ട് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും ഈ ഒരു യങ്സ് മോഡുലസിന്റെ പവർ 10 തന്നെ കിട്ടണമെന്ന് നോക്കണം. 10 × 10⁻10 തന്നെ കിട്ടുമെന്ന് നോക്കണം. അതുപോലെ തന്നെ ന്യൂട്ടൺ മീറ്റർ സ്ക്വയറിലാണ് വാല്യൂസ് നമ്മൾ മിക്കപ്പോഴും എഴുതുന്നത്. അപ്പോൾ ആ ഒരു ഇത്രയും കാര്യം നോക്കുക. നിങ്ങൾ എല്ലാം ചെയ്ത് വെച്ചിട്ട് അവസാനം ഇത്രയും പവറും തെറ്റിച്ച് ഇത് എഴുതി കഴിഞ്ഞാൽ നമുക്ക് അവിടെ മാർക്ക് കുറയും. അതിപ്പോൾ പ്രാക്ടിക്കലിനായാലും തിയറിക്കായാലും രണ്ടും സെയിം തന്നെയാണ്. അപ്പോൾ അത് ഡയറക്റ്റ് തന്നിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് a wire on a square centimeter area of cross section is stretched by a force to double its original length. Calculate the Young's modulus. Calculate the force. Young's modulus is equal to 90 gigapascal എന്ന് തന്നിട്ടുണ്ട്. Young's modulus 90 gigapascal തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫോഴ്സ് ആണ് എന്ത് ചെയ്യേണ്ടത്? assume that work is no break. Solution തരുമല്ലോ. 1 square centimeter area of cross section is stretched by a force double its length. Calculate the force Young's modulus. Assume the work not break. ഇവിടെ ഫോഴ്സ് ആണ് നമുക്ക് ഡിറ്റർമിൻ ചെയ്യേണ്ടത്. ഫോഴ്സ് ഡിറ്റർമിൻ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? യങ്സ് മോഡുലസിന്റെ റിലേഷൻ നമ്മൾ ഫോഴ്സ് കണ്ടെത്തണം. ഈ ഒരു റിലേഷൻ എന്ത് ചെയ്യണം? തിരിച്ചിട്ട് എടുക്കേണ്ടി വരും. ദാറ്റ് ഈസ് F ഈസ് ഈക്വൽ ടു Y ഇൻറ്റു AL
y into a by സ്മോൾ എൽ വരും ആദ്യം. ഓക്കെ, y into സ്മോൾ a into l by l എന്നിട്ട്. ഓക്കെ, അപ്പോൾ ബാക്കി വാല്യൂസ് എല്ലാം ഇവിടെ ഉണ്ട്. കാരണം എലോങ്ങേഷൻ പറഞ്ഞിട്ടുണ്ട് എന്ത് ചെയ്തു, ദാറ്റ് ഈസ് ഡബിൾ ഇറ്റ്സ് ഒറിജിനൽ ലെങ്ത് ഡബിൾ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ആ ഒരു ചേഞ്ച് ഇൻ ലെങ്ത് നമുക്ക് എൽ തന്നെ കിട്ടും. ഓക്കെ, ഫൈനൽ ലെങ്ത് 12 ആണ്. അപ്പോൾ എലോങ്ങേഷൻ എന്താണ്, എൽ ആണ്. കാരണം ഒറിജിനൽ ലെങ്ത് സ്മോൾ എൽ ആയിരുന്നു, അത് ഡബിൾ ആയിട്ട് മാറുന്നു. അപ്പോൾ എലോങ്ങേഷനോടെ എല്ലേ ഉള്ളൂ, എൽ പ്ലസ് എൽ 12 വരും. എൽ പ്ലസ് എൽ ഈസ് ഈക്വൽ ടു 12. അപ്പോൾ എലോങ്ങേഷൻ എത്രയായിരുന്നു, ഈ ഒരു എൽ, അതാണ് എൽ എന്ന് പറയുന്നത്. അപ്പോൾ ഡയറക്റ്റ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദെൻ എഫ് ഈസ് ഈക്വൽ ടു എത്ര ചെയ്യാൻ പറ്റും, ഡിറ്റർമിൻ ചെയ്യാം. യങ്സ് മോഡൽസ് അവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് തന്നെ തന്നിട്ടുണ്ട് എല്ലാം. ഓക്കെ, ഇവിടെ ഈ എല്ലും ക്യാൻസൽ ആയി പോകും. കാരണം സ്മോൾ എല്ലും ഇത് എന്താണ്, സെയിം ആണ്, ഒറിജിനൽ ലെങ്ത്. ബാക്കി നമുക്ക് എഫ് ഈസ് ഈക്വൽ ടു ഒയ് എ മാത്രമേ വരത്തുള്ളൂ, ഒയ് എ. അപ്പോൾ ഇത് 1 ആണ്. യങ്സ് മോഡൽസ് എത്രയായിരിക്കും, ഇറ്റ് ഈസ് ഈക്വൽ ടു, അല്ലെങ്കിൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഈ ഒരു 9 × 10⁹ പാസ്കലാണ്. ഇപ്പോൾ ന്യൂട്ടൺ മീറ്ററിലല്ല കിടക്കുന്നത്, പാസ്കലാണ് തന്നിട്ട് എന്ത് ചെയ്യുക, ഡയറക്റ്റ് പാസ്കലിൽ തന്നെ എഴുതുക. ന്യൂട്ടൺ മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യാൻ നിൽക്കില്ല. കാരണം വേറെ ഒന്നും സബ്സ്റ്റിറ്റ്യൂഷൻ ഇല്ല, അവർ സോൾവ് ചെയ്താണ് തന്നിട്ടില്ല. കാരണം ഇതെല്ലാം ക്യാൻസൽ ആയി പോകും. ഓക്കെ, അത് നോക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, find the stress to be applied to a steel wire to stretch it by 0.025% of its original length for steel. Young's modulus is equal to 90 gigapascal. നമുക്ക് അപ്ലൈ ചെയ്യുന്ന സ്ട്രെസ് എത്രയാണ് ഡിറ്റർമിൻ ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് സ്ട്രെസ് എത്രയാണ് ഡിറ്റർമിൻ ചെയ്യണം. യങ്സ് മോഡുലസ് തന്നിട്ടുണ്ട്, ഒറിജിനൽ ലെങ്തും തന്നിട്ടുണ്ട്. അപ്പോൾ എലോങ്ങേഷൻ എത്രയാണ് എന്ത് ചെയ്യണം, അവിടെ നമുക്ക് തന്നിട്ടുണ്ട്. എലോങ്ങേഷൻ എത്രയാണ് വരുന്നത്, ദാറ്റ് ഈസ് എലോങ്ങേഷൻ 0.0, അതായത് 0.025% ഡിവൈഡ് ബൈ 100 ചെയ്യുക. അപ്പോൾ ആ ഒരു എലോങ്ങേഷന്റെ വാല്യൂ നമുക്ക് ഇവിടെ കിട്ടും. അപ്പോൾ ഡയറക്റ്റ് എന്ത് ചെയ്താൽ മതി, y is equal to സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണ്. അപ്പോൾ സ്ട്രെസ് അല്ലേ കണക്ക്, സ്ട്രെസ് ഈസ് ഈക്വൽ ടു യങ്സ് മോഡുലസ് ഇൻറ്റു എൽ ബൈ എൽ. എല്ലും നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്, ആ ഒരു എത്രയാണ് എലോങ്ങേഷൻ വേണ്ടതെന്നുള്ളത്. ആ റേഷ്യോ ഡയറക്റ്റ് തന്നിട്ടുണ്ട്. എന്ത് ചെയ്താൽ മതി, ആ ഒരു യങ്സ് മോഡുലസ് ഇൻറ്റു ആ ഒരു എലോങ്ങേഷന്റെ വാല്യൂ എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 2.25 × 10⁷ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ കിട്ടും. ആ സ്ട്രെസ്സിന്റെ വാല്യൂ ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ആ ഒരു കേസ് നമുക്ക് അവിടെ വരുന്ന 3 ക്വസ്റ്റ്യൻസ്. അത് യങ്സ് മോഡുലസുമായി ബന്ധപ്പെട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് ഇനി ബാക്കി മോഡുലസുമായി ബന്ധപ്പെട്ട് വരുന്നത് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ.